ഹല്ലേലൂയ. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുമൊഴികളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യ ദിവസം ഓർപ്പിച്ചതുപോലെ നമുക്ക് അനേക വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം പഠിക്കാൻ പറ്റിയതുമാണ്. വേദപുസ്തകത്തിൻ്റെ കവർ ടു കവർ ദൈവനിശ്വാസ്യമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് പഠിക്കാനും നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ അതേസമയം മറ്റുള്ള പഠനങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള പഠനങ്ങൾ കൂടുന്നതനുസരിച്ച് യേശുവിനെക്കുറിച്ചുള്ള പഠനം ഇല്ലാതെയായി പോകരുത്. അതായത് യേശുവിൻ്റെ ജീവിതവും ഉപദേശവും അവൻ്റെ ശുശ്രൂഷയും അവൻ്റെ മരണവും അവൻ്റെ മെസ്സേജും അവൻ്റെ സന്ദേശവും അത് അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകരുത് എന്ന് ഞാൻ ആദ്യത്തെ ദിവസം ഓർപ്പിക്കുകയുണ്ടായി. അത് ഞാൻ പറയാൻ കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ആ ജീസസ് എന്ന് പറയുന്ന യേശു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ വ്യക്തിയായ യേശുവിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, യേശുവിൻ്റെ സ്റ്റോറി അറിയാതെ, അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ തുടങ്ങാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രസക്തമാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞത്, വേദപുസ്തകത്തിൽ സുവിശേഷങ്ങൾ മാത്രമൊന്നുമല്ല ഉള്ളത്. പക്ഷേ വേദപുസ്തകത്തിൽ നിന്ന് സുവിശേഷം മാറ്റിക്കളഞ്ഞാൽ ബാക്കിയുള്ള ഒരു കാര്യത്തിനും പ്രസക്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷങ്ങൾ കൂടുതൽ സഭയിലാണെങ്കിലും പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. യേശുവിൻ്റെ സ്റ്റോറി ഞാൻ ഉദ്ദേശിക്കുന്നത് കഥയെന്നുള്ള അർത്ഥത്തിലല്ല. ദ ലൈഫ് ഓഫ് ജീസസ്, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ഉപദേശം, യേശുവിൻ്റെ സന്ദേശം, ഇത് നമ്മൾ കൃത്യമായ നിലയിൽ ഗ്രഹിക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എവിടെയാണ് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഞാൻ ആദ്യത്തെ ദിവസം ഓർപ്പിച്ച കാര്യമുണ്ട്. ഈ ജിക്സോ പസിലിൽ നമ്മൾ ഒരു വിശാലമായ പിക്ചർ ഉണ്ടെങ്കിൽ, വേദപുസ്തകത്തെ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് മൊത്തമായി ചേരുമ്പോഴാണ് ശരിക്കും അതിന് പ്രസക്തി ഉണ്ടാകുന്നത്. എന്നാൽ ആ ചിത്രത്തിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് സപ്പോസ് ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ വേദപുസ്തകം മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ആരാണത്? യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖം അല്ലെങ്കിൽ ആ കാതലായ വ്യക്തിയുടെ മുഖത്തിൻ്റെ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു കാര്യത്തിനും പ്രസക്തി ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ ആ ചിത്രത്തെ പൂർത്തിയാക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ ഒരു ചെറിയ ഫലം പോലും ആയിരിക്കും, അല്ലെങ്കിൽ അതിലെ പറന്നു പോകുന്ന ഒരു പക്ഷിയും ആ ചിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചിത്രം കംപ്ലീറ്റ് ആകണമെങ്കിൽ തീർച്ചയായും ആ പക്ഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വേണം. എങ്കിലും ആ ഒരു പക്ഷിയുടെ ഭാഗത്തിനുള്ള പ്രാധാന്യമല്ല ആ കാതലായ ചിത്രത്തിൻ്റെ വ്യക്തിയുടെ മുഖത്തിനുള്ളത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇതുപോലെ പലപ്പോഴും നമ്മളുടെ സഭകളിൽ പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാരെക്കുറിച്ചും പ്രസംഗിക്കുന്നു. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഒത്തിരി പ്രസംഗിക്കുന്ന ആളാണ്. ഇപ്പോഴൊക്കെ ചിലർക്കൊരു ചിന്തയുണ്ട്, പഴയ നിയമം നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല, അതങ്ങ് എടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല. ഈയിടെ ആരുടെ വലിച്ചു കയറി കളഞ്ഞെന്ന് പറയുന്നത് കേട്ടു സ്റ്റേജൻ. അത് നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മളെ പഴയ നിയമത്തിൻ്റെ എല്ലാ ന്യായപ്രമാണവും നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നൊക്കെ പ്രസംഗിക്കുകയാണ്. എന്തോ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഇന്ന് പ്രസംഗിക്കുന്നത് എന്തോ നമുക്ക് തന്നെ അറിയത്തില്ല. പ്രസംഗിക്കുന്നവർക്ക് അറിയത്തില്ല, പിന്നെ നമുക്കറിയാം. പ്രസംഗിക്കുന്നവർക്കും അറിയത്തില്ല, കേൾക്കുന്നവർക്കും അറിയത്തില്ല എന്നൊരു സ്റ്റേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. പഴയ നിയമത്തെ മാറ്റി നിർത്തണമെന്ന് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിൻ്റെ വേദപുസ്തകം ഏതായിരുന്നു? നിങ്ങൾ ഈ വലിയ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമം മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ വാട്ട് വാസ് ദ ബൈബിൾ ഓഫ് ജീസസ്? യേശുവിൻ്റെ വേദപുസ്തകം ഏതായിരുന്നു? പഴയ നിയമമായിരുന്നു. അവൻ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? പഴയ നിയമത്തെക്കുറിച്ചാണ്. അവനെക്കുറിച്ച് തിരുവെഴുത്തുകളിലുള്ളതാണ്. മോശ തുടങ്ങി പ്രവാചകന്മാരിൽ തന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് യേശു കർത്താവ് എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റമെൻറ്റ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒഴിവാക്കാനായിട്ട് കഴിയത്തില്ല. കാര്യം ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. എന്നാൽ ഞാൻ പറഞ്ഞ ഇതാണ്, പുതിയ നിയമത്തെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ചില പ്രസംഗങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ സഭ ഓടിക്കാൻ നോക്കിയാൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പഴയ നിയമത്തിൽ ഞാൻ ധാരാളമായി പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ പഴയ നിയമത്തിൻ്റെ ആ നിഴലിൻ്റെ പൊരുൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ജീസസ്. യേശുവിൻ്റെ മുഖത്തെ ഒഴിവാക്കിക്കൊണ്ട്, അതുകൊണ്ട് ഗോസ്പൽസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഗോസ്പൽസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാനോ മനസ്സിലാക്കാനോ കഴിയുകയില്ല. യേശുവിൻ്റെ ജീവിതവും അവൻ്റെ സന്ദേശവും അവൻ്റെ ശുശ്രൂഷയും അവൻ്റെ മരണവും അവനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം
it explains Jesus. All the other books are explaining Jesus, but the Gospels are portraying Jesus എന്ന് പറയാറുണ്ട്. മറ്റുള്ള വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങളൊക്കെ യേശുവിനെ വ്യാഖ്യാനിക്കുകയാണ്, എന്നാൽ സുവിശേഷങ്ങൾ യേശുവിനെ ചിത്രീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗോസ്പൽസ് അത്രയും പ്രാധാന്യമുള്ളതാകുന്നത്. അതേപോലെ തന്നെ യേശുവിൻ്റെ സ്റ്റോറി അറിയാതെ ഒരാൾക്ക് എങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ പറ്റുന്നത്? യഥാർത്ഥത്തിലുള്ള ഒരു സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു നല്ല മോഡൽ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ ഓടിക്കൂടിയതായ ജനങ്ങളോട് പത്രോസ് പറയുന്നതായ പ്രസംഗമാണ്. നമുക്കറിയാവുന്നതുപോലെ അവിടെ എന്താ പത്രോസ് ചെയ്യുന്നതെന്നറിയാമോ? ആദ്യം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നിവേശിതരായി ആത്മാവ് അവർക്ക്, അല്ലെങ്കിൽ ഈ 120 പേർക്ക് ആത്മാവ് നൽകിയതുപോലെ അവർ അന്യഭാഷകൾ സംസാരിച്ചതിനെ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വിശദീകരണം അങ്ങോട്ട് ചെയ്തേച്ച് ഉടനെ തന്നെ പത്രോസ് തിരിയുന്നത് എന്താണെന്നറിയാമോ? അവിടെ 22-ാമത്തെ വാക്യം മുതലാണ്, 2-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം മുതൽ ആദ്യം ഒന്ന് വിശദീകരിക്കുവാൻ, എന്തിനെ വിശദീകരിക്കുവാൻ? ഹോളി സ്പിരിറ്റിൻ്റെ പ്രകാശനത്തെ വിശദീകരിക്കുവാൻ പരിശ്രമിച്ചിട്ട് 22 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് തന്നെ അവൻ തിരിയാണെന്ത്? ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളു. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായി യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും. പിന്നീട് പറയുന്നത് യേശുവിൻ്റെ ചരിത്രമാണ്. ഒരു സുവിശേഷ പ്രസംഗത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ കാര്യം എന്താണ്? യേശുവിൻ്റെ ചരിത്രമാണ്. യേശുവിൻ്റെ ചരിത്രം പറയാതെ പലപ്പോഴും നമ്മളിപ്പോൾ സുവിശേഷ പ്രസംഗം നടത്തുന്നത്. യേശുവിൻ്റെ ചരിത്രം അറിയാൻ വയ്യാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരാനായിട്ട് പറ്റുന്നത്? ഒരാൾക്ക് പറ്റത്തില്ല. ബാക്കി നിങ്ങൾ എന്തെല്ലാം പ്രസംഗിച്ചാലും യേശുവിൻ്റെ ചരിത്രം പഠിപ്പിക്കാത്തിടത്തോളം കാലം അയാൾക്ക് ശരിയായ വിശ്വാസത്തിലേക്ക് വരാൻ കഴിയുകയില്ല. ഞാനിത് പറയാൻ കാര്യം, പല സ്ഥലങ്ങളിലും സഭകളിലും ഒക്കെ എംഫസിസ് യേശുവിൽ നിന്ന് കുറച്ച് ഓൾഡ് ടെസ്റ്റമെൻറ്റ് സ്റ്റോറീസിലേക്ക് മാറുന്നതിലുള്ള ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഞാൻ പ്രസംഗിക്കാത്ത ആളല്ല. ഞാൻ നന്നായിട്ട് എൻ്റെ മെസ്സേജസിൽ നല്ലൊരു ശതമാനം ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നിന്നുള്ളതാണ്. എന്നാൽ യേശുവിനെ മാറ്റി നിർത്തി, യേശുവിൻ്റെ സ്റ്റോറി മാറ്റി നിർത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എല്ലാ സഭകളിലും എപ്പോഴും ആ ജീസസ് സ്റ്റോറി കുഞ്ഞുങ്ങളാണെങ്കിലും അറിയണം. ദ സ്റ്റോറി ഓഫ് ജീസസ് അതറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം നമ്മളുടെ രക്ഷയെക്കുറിച്ച് റോമാലേഖനത്തിലാണെങ്കിലും പറയുന്ന എങ്ങനെയാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നതെന്നുള്ളതിന് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിച്ചുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള കാര്യമാണ്. നമ്മൾ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത് എന്താണെന്നറിയാമോ? സ്റ്റോറി ഓഫ് ജീസസ്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരൊറ്റ സംഭവമല്ല പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റോറി ഓഫ് ജീസസ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ യേശു എൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറയണം. നമ്മുടെ യേശു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ജീസസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിലെ യേശുവാണ് എൻ്റെ യേശു. സുവിശേഷത്തിലെ യേശു, വേറൊരു യേശുവല്ല. ഇവിടെ കഴിഞ്ഞ സമയങ്ങളിൽ നേർവീതി എന്ന് പറഞ്ഞ ഒരു മാസിക ഉണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ജോയം തോമസ് നടത്തുന്നൊരു മാസികയാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ മാസികക്കകത്ത് എഴുതുന്നുണ്ട് എവറി മന്ത്. ഗുഡ് ന്യൂസിലും ഞാൻ എല്ലാ ആഴ്ചയിലും എഴുതുന്നുണ്ട്, നിങ്ങൾ പലർക്കും അതറിയാം. അതുകൂടാതെ നേർവീതി എന്ന് പറയുന്ന മാസികയിൽ ഞാൻ എല്ലാ മാസവും എഴുതുന്നുണ്ട്. ആ നേർവീതി ആൾക്കാർ സംഘടിപ്പിച്ചതായ ഒരു മീറ്റിങ്ങിന് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പങ്കെടുക്കുകയുണ്ടായി. അതിൻ്റെ മെസ്സേജസും ഇവിടെ അവൈലബിൾ ആണ്. അവിടെ ഞാനും കാനവച്ചനും കൂടെ ആയിരുന്നു, ഞങ്ങൾ രണ്ടുമാണ് അതിനകത്ത് കാര്യങ്ങൾ ചെയ്തത്. അവിടെ പ്രധാനമായും ഞാൻ അവിടെ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പ്രഘോഷിക്കുന്നതായ യേശു പലപ്പോഴും സുവിശേഷത്തിലെ യേശു അല്ല. അതുകൊണ്ടാണ് അതിന് പേര് തന്നെ കൊടുത്തത് മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്. അപ്പോൾ പറയാണ് നിങ്ങൾ വേറൊരു യേശുവിനെ. നമ്മൾ എന്തുകൊണ്ടാണ് ഡിസ്റ്റോർട്ടഡ് ആയി പോകുന്നതെന്നറിയാമോ? സുവിശേഷങ്ങളിലെ യേശുവിനെ ശരിയായ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് ഞാനങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. വലിയൊരു
കുഞ്ഞുങ്ങളെയെല്ലാം നമുക്ക് പലപ്പോഴും എന്താ വഴക്കുണ്ടാക്കി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുക. പിന്നെ യേശുവിനെ അറിയാൻ വയ്യാത്ത ആളുകൾ പ്രായമുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ തന്നെയാണ്, ഇല്ലേ? വളർച്ച ഉണ്ടാകുന്നില്ലല്ലോ. സഭയുടെ ഒരു വലിയ പ്രശ്നം ഇതാണ്, വളർച്ചയില്ല, എല്ലാം ശൈശവാവസ്ഥയിലാണ്. നമ്മുടെ സഭയുടെയൊക്കെ ഒരു വലിയ പ്രശ്നമാണ്, നമ്മൾ ശൈശവാവസ്ഥയിലാണ്, വളർച്ചയില്ല. രക്ഷിക്കപ്പെടുന്ന കാലത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മളിപ്പോഴും കഴിയുന്നത്. ചിലപ്പോൾ ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ ബ്രദറെ രക്ഷിക്കപ്പെട്ട കാലത്തൊക്കെ എന്തോ സന്തോഷമായിരുന്നു, ഇപ്പോൾ ആ സന്തോഷമൊന്നും ഇല്ലെന്ന്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എനിക്കാണ് രക്ഷിക്കപ്പെട്ട കാലത്ത് എന്തോ സന്തോഷമാണ് ഉണ്ടായിരുന്നെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സന്തോഷമായിട്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട കാലത്ത് നമുക്കുണ്ടായിരുന്ന സന്തോഷം ഇതുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ വളരെ കുറവായിരുന്നു. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് വന്നതല്ലേ ഉള്ളൂ. യേശുവിനെ എനിക്ക് എന്തോ അറിയാം, യേശു എന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്കറിയത്തില്ലല്ലോ. വലിയ കാര്യമായ തിരിച്ചറിവൊന്നും അക്കാര്യത്തിലില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് യേശുവിനെ നമുക്കറിയാവുന്ന എന്താണ്? എൻ്റെ പാപങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടണം. ഇത്രയെല്ലാം ഉള്ളൂ എനിക്കുള്ള ആകെയുള്ള വലിയൊരു മോഹം എന്ന് പറയുന്നത്. ആ മോഹം പോലും ഇപ്പോഴില്ല. അതാ ഇന്നത്തെ പ്രശ്നം. ഇപ്പോഴാകമ്പാടെ ഒരു മോഹമേ ഉള്ളൂ, എൻ്റെ കടം എങ്ങനെങ്കിലും ഒന്ന് വീട്ടണം, അതല്ലെങ്കിൽ എൻ്റെ രോഗം എങ്ങനെങ്കിലും ഒന്ന് സൗഖ്യമാകണം, എൻ്റെ പിള്ളേർക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടണം. അതിനൊക്കെ ഇപ്പോൾ എല്ലാവരും യേശുവിൻ്റെ അടുത്ത് വരുന്നത്. ഇനി അതല്ല, ഏറ്റവും കൂടിയാൽ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ എന്താണ്? എൻ്റെ പാവങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു മോചനം കിട്ടണം. അന്ന് ഞാൻ പിടിച്ച ഒരു വള്ളിയാ വാസ്തവത്തിൽ യേശു കർത്താവ്. സന്തോഷമായിരുന്നോ? ഓഫ് കോഴ്സ് സന്തോഷമായിരുന്നു. കാര്യം ഞാൻ രക്ഷപ്പെട്ടില്ലേ. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് യേശു എനിക്ക് എൻ്റെ ആത്മമണവാളനാണ്. വിവാഹം കഴിച്ചു വരുന്ന ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം വിവാഹ ദിവസമാണെന്നാണോ നിങ്ങളുടെ ചിന്ത? പലരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നാണ്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നാണ്? ഫാമിലി സെമിനാറിന് വന്നവരും ഉണ്ടല്ലോ, ഇല്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, അല്ലെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്നാണ്? ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മിക്കവരും വിവാഹ ദിവസമാണെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്നാണെന്നറിയാമോ? ഇന്നാ. കാര്യം ഓരോ ദിവസം കഴിയും തോറും അവളെ ഞാൻ കൂടുതൽ അറിയുന്നു, കൂടുതൽ ബന്ധം, കൂടുതൽ സ്നേഹം. എൻ്റെ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഇന്നാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. പലരും പറയുന്നത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ നാൾ ഹണിമൂൺ ഡേയ്സ് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ഹണിമൂൺ ഡേയ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തോന്നാ? അന്നൊക്കെ എന്തോ അറിഞ്ഞു. ഇപ്പോഴല്ലേ നമ്മൾ കുടുംബ ബന്ധത്തിലെ ആ സ്നേഹം എന്താണെന്ന് അറിയുന്നത്. ഇതിൻ്റെ വളർച്ചയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ യേശുവിനെ എന്തറിഞ്ഞു? തീർച്ചയായിട്ടും അറിഞ്ഞു. എന്തറിഞ്ഞു? എൻ്റെ പാപങ്ങളിൽ തന്നെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന വ്യക്തി. ദാറ്റ്സ് ഓൾ. പക്ഷെ ഇന്നെനിക്ക് യേശു എൻ്റെ പാപങ്ങളിൽ നിന്ന് തന്നെ വീണ്ടെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള മാത്രം അല്ല, പ്രത്യുത അവനെൻ്റെ എല്ലാമാണ്. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ യേശുവിനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന. അങ്ങനെയാണ് നമ്മുടെ ബന്ധം വളരേണ്ടത്. അല്ലാതെ രക്ഷിക്കപ്പെട്ട കാലത്തൊക്കെ എന്തോ ഒരു സന്തോഷമായിരുന്നു സഹോദരന്മാരെ, ഇന്നതെല്ലാം പോയി. ഇന്നത് പോവുകയല്ല വേണ്ടത്, അതിൻ്റെ 1000 മടങ്ങ് സന്തോഷമാണ് ഇന്ന് ഉണ്ടാകേണ്ടത്. അതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട കാലത്തെ സന്തോഷം പോരാ. രക്ഷിക്കപ്പെട്ട കാലത്തെ സന്തോഷം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരു ഗതികേടാണ്. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുവിനെ അറിയും തോറും. പൗലോസ് പറയുന്നതാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ഛേദമെന്ന് എണ്ണുന്നു. പരിജ്ഞാനം വർദ്ധിക്കുമ്പോഴാണ് ബാക്കിയെല്ലാം വിലയില്ലാത്തതാകുന്നത്. വെളിച്ചത്തിലേക്ക് കടക്കുമ്പോഴാണ് ബാക്കിയെല്ലാം ഇരുളായിത്തീരുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തുടക്കം തന്നെ യേശുവിൻ്റെ സ്റ്റോറിയാണ്. ദ സ്റ്റോറി ഓഫ് ജീസസ്. യേശുവിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആ യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. സുവിശേഷത്തിലെ യേശുവിനെ അല്ലാതെ പ്രസംഗിച്ചാലും ഇന്നിപ്പോൾ ആളുകൾക്ക് സഭകളിൽ കയറി ചെല്ലാൻ കഴിയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിലെ യേശുവിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനം നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ നടന്നിട്ടില്ല. സുവിശേഷം വായിക്കണം.
1, 2, 5, 10, 100 പ്രാവശ്യം നിങ്ങൾ സുവിശേഷം വായിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ സങ്കീർത്തനം മാത്രം വായിച്ച്, സങ്കീർത്തനം എനിക്ക് സന്തോഷമാണില്ലെന്നുള്ളതല്ല, സങ്കീർത്തനം മാത്രം വായിച്ച് പഠിപ്പിക്കുന്നത് നിർത്തണം. എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് സുവിശേഷം വായിപ്പിക്കണം. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ? പ്രായോഗികമായി പല കാര്യങ്ങളും ഞാൻ പറയുകയാണ്. ലെറ്റ് ചിൽഡ്രൻ റീഡ് ദ ഗോസ്പൽസ്. അവർക്ക് യേശു ഒരു വലിയ യാഥാർത്ഥ്യമാകട്ടെ. ഗോസ്പൽസ് അവരെ കൊണ്ട് വായിപ്പിക്കുക. ഒരുപക്ഷെ മർക്കോസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം തുടർമാനമായിട്ട് വായിപ്പിക്കുക. നിങ്ങൾ ഇരുത്തി വായിപ്പിക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, കുഞ്ഞുങ്ങളെ കൂടെ ഇരുത്തി വായിപ്പിക്കുക. ഇതൊക്കെ പഴയ കാലത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അതിനൊന്നും നേരമില്ല. എല്ലാവരും ബിസിയാണ്. പിള്ളേരെ പണ്ട് കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, 2 കാര്യങ്ങളാണ് ഈ കാലയളവിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലൊക്കെ നഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. നഷ്ടപ്പെടാതിരിക്കട്ടെ. കാര്യം ഓരോ കാലയളവിലും ഓരോ സ്ഥലത്തും കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വിവാഹം കഴിച്ച ആദ്യം ഞങ്ങൾ കണ്ണൂർ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒരു ബൈബിൾ ക്ലാസ് എടുക്കാൻ VT എബ്രഹാം അവിടെ ഇരുന്ന സമയത്ത് ചെന്ന സമയത്ത് ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിനോട് അവർ പറഞ്ഞു, സ്പീക്ക് സംതിങ്, എന്തെങ്കിലും ഒന്ന് പറ. പിന്നെ അവൾ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് സ്ഥലം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, ദയവ് ചെയ്ത് നിങ്ങളാരും ഇത് റബ്ബർ വെച്ച് നശിപ്പിക്കരുതെന്ന്. കാര്യം റബ്ബറിൻ്റെ എല്ലാ ദോഷങ്ങളും അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ ബേസിക്കലി നമ്മുടെ വരുമാനമാർഗം റബ്ബറാണ്. അതുകൊണ്ട് അവൾ പറഞ്ഞെന്നറിയാമോ, എനിക്ക് ഈ സ്ഥലം, ഈ മാവും, കണ്ണൂരൊക്കെ എന്തുമാത്രം മാവ് അല്ലേ, മാവും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്, ദയവ് ചെയ്ത് നിങ്ങളിത് റബ്ബർ വെച്ച് നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ വയനാടിന് ഒത്തിരി നന്മകളുണ്ട്. ആ നന്മ പോകാതിരിക്കാൻ ഞാൻ പറയുകയാണ്. പട്ടണങ്ങൾക്ക് നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, കുടുംബങ്ങൾക്ക്, പട്ടണവാസികളായ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രത്യേകിച്ച് പട്ടണത്തിലെ കുഞ്ഞുങ്ങൾക്ക്, പട്ടണവാസികൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി പട്ടണത്തിലെ കുഞ്ഞുങ്ങൾക്ക്, ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്കും പട്ടണത്തിലെ കുഞ്ഞുങ്ങൾക്കും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. പട്ടണത്തിലെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയാമോ? ഒന്ന്, മുലപ്പാൽ നഷ്ടപ്പെട്ടു. കാര്യം ആർക്കും കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല. ദേ ഗോ ഫോർ വർക്ക്. സോ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് പട്ടണങ്ങളിൽ നഷ്ടപ്പെട്ടൊരു കാര്യം. കുഞ്ഞുങ്ങൾക്ക് അത്രയും വലിയൊരു നഷ്ടം ലോകത്തിലുണ്ടാകാനില്ല. നമ്മളതിൻ്റെ വാല്യൂ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മുലപ്പാൽ. രണ്ടാമത് കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ട വലിയൊരു നഷ്ടം എന്നറിയാമോ? വല്യമ്മച്ചി. ഒരൊറ്റ വീട്ടിലും ആരില്ല, ഗ്രാൻഡ് മദർ ഇല്ല. എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ജീവിതമല്ലേ പട്ടണങ്ങളിലെ. ദ ചിൽഡ്രൻ ലോസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക്, ദ ചിൽഡ്രൻ ലോസ്റ്റ് ദെയർ ഗ്രാൻഡ് മദർ. ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ 2 നന്മകളാണ്. ഒന്ന്, മുലപ്പാലും. 2, വലിയമ്മച്ചിമാരും. അത് ദയവേത് നഷ്ടമാകരുത്. അതുകൊണ്ട് പഴയ കാലയളവിലും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലും ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ, അവരിൽ ധാർമ്മികത ഉണർത്തുന്നതിൽ, വേദപുസ്തക കഥകൾ പഠിപ്പിക്കുന്നതിൽ ഒക്കെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ആരാണെന്നറിയാമോ? ഈ വല്യമ്മച്ചിമാരാണ്, ഗ്രാൻഡ് മദേഴ്സ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ വേദപുസ്തകത്തിലെ സ്റ്റോറീസ് ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. അമ്മച്ചിമാർ പറഞ്ഞു തന്ന കഥകളാണ്, വല്യമ്മച്ചിമാർ പറഞ്ഞു തന്ന കഥകൾ. ഇനി അതല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തെങ്കിലും അമ്മമാർ നമ്മളോട് സ്റ്റോറീസും പാട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ അതിനൊന്നും നേരമില്ലല്ലോ. ഒരു കുപ്പി പാലും എടുത്ത് കൊച്ചിൻ്റെ കയ്യിലോട്ട് കൊടുത്ത്, അല്ലെങ്കിൽ വായിലോട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു വിഡ്ഢിപ്പെട്ടിയുടെ മുമ്പിലോട്ട് കൊച്ചിനെ തള്ളിയിട്ടിട്ട് കാർട്ടൂൺ എന്ന് പറഞ്ഞൊരു സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ ഈ പിള്ളേർ വളരുന്ന മുഴുവൻ. അതുകൊണ്ട് പിള്ളേർ നടക്കുന്നത് പോലും ഈ കാർട്ടൂണിൽ പിള്ളേർ നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. എന്തൊരു കഷ്ടമെന്ന് പറ. പ്രിയമുള്ളവരെ, ഈ നഷ്ടം വലിയൊരു നഷ്ടമാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ഔട്ട് ഓഫ് സിലബസ് ചില കാര്യങ്ങൾ പറയുകയാണ്, എങ്കിലും അതാണ് നമുക്ക് പലപ്പോഴും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ചില കാര്യങ്ങളാണ്, പഠിക്കേണ്ടതായ കാര്യങ്ങളാണ്. വയനാട്ടിൽ നിന്ന് ആ നന്മ മാറിപ്പോകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇൻഡിവിജ്വലിസം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നുള്ള ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി, ആ സങ്കല്പം, അതൊക്കെ ഒന്ന് മാറിയിട്ട് വലിയമ്മച്ചി, ഗ്രാൻഡ് മദർ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗ്രാൻഡ് മദറിൻ്റെ ആ സൗഖ്യം, അവരുടെ പ്രത്യേകത, അതവർക്ക് കൊടുക്കാതിരിക്കരുത്, നൽകാതിരിക്കരുത്. അവർക്ക് കൊടുക്കേണ്ട ദൈവികമായ ആ അപ്ബ്രിങ്ങിങ് നമ്മൾ നഷ്ടമാക്കി കളയരുത്. ഇതൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ നഷ്ടമാണ്. ബാക്കി എന്ത് കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് കൊടുക്കാം.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ല ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞാലും ഭക്ഷണം കൊടുത്ത് അവരെ നന്നാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ മുലപ്പാൽ കൊടുത്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വല്യമ്മച്ചിയുടെ സംരക്ഷണവും മറ്റുള്ള കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അവർക്കത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ 2 അനുഗ്രഹങ്ങളാണ് ബ്രസ്റ്റ് മിൽക്ക്, ഗ്രാൻഡ് മദർ. ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന 2 വലിയ അനുഗ്രഹങ്ങളാണ്. അതിനെ നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. അപ്പോൾ യേശുവിൻ്റെ സ്റ്റോറി, സുവിശേഷത്തിലെ യേശുവിനെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. സുവിശേഷത്തിലെ യേശുവിനെ നമ്മൾ പ്രസംഗിക്കണം. ആ യേശുവിനെ യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സഭയിലുള്ളവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇന്ന് പറ്റുന്ന പ്രശ്നം എന്താണ്? ആർക്കും അറിയത്തില്ല യഥാർത്ഥ യേശു ആരാണെന്ന്. ആർക്കും അറിയത്തില്ല യഥാർത്ഥ ആത്മീയത എന്താണെന്ന്. ആർക്കും അറിയത്തില്ല വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നതെന്ന്. അതുകൊണ്ട് എന്താണ് നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം? നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായികയാൽ എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ അറിയായികയാലും വേദപുസ്തകം നമ്മുടെ ഒരു അനുദിന അനുഭവമാകണം, അനുനിമിഷ അനുഭവമാകണം. നിരന്തരമായി ദൈവവചനം പഠിക്കണം, ദൈവവചനത്തിൽ നിന്ന് നമ്മൾ അറിയണം, അനുഭവിക്കണം. ഇത് നിങ്ങൾ മറക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ വേദഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുമൊഴികളെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൽ യേശു ആദ്യം പറയുന്നത് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത് യേശു കർത്താവ് തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവനായ കള്ളനോട് അവനെ നോക്കി പറയുന്നു, നീ സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. മൂന്നാമതെന്താണ്? യേശു യോഹന്നാനെ കാണിച്ച് അവൻ്റെ അമ്മയോട് പറയുന്നു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. എന്നിട്ട് യോഹന്നാൻ പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. ഇത്രയുമാണ് നമ്മൾ കാര്യങ്ങളെ പഠിച്ചത്. ക്രൂസിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ 3 അല്ലെങ്കിൽ കാൽവറിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ ഒറ്റ ക്രൂശ് അല്ല കാണുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. വി സി 3 crosses there. 3 ക്രൂശുകളാണ് നമ്മൾ കാണുന്നത്. 3 ക്രൂശുകൾ. അതിൽ നടുവിലത്തെ ക്രൂശിൽ ആരെയാണ് ക്രൂശിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ. 2 ദുഷ്പ്രവൃത്തിക്കാരുടെ അവൻ്റെ ഇടത്തും വലത്തുമായി ക്രൂശിച്ചു. ഈ യേശുവിൻ്റെ ക്രൂശ്, ബാക്കിയുള്ള 2 പേരുടെ ക്രൂശ്, ഇവരുടെ 3 പേരുടെയും മരണത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ, ദീർഘമായി അതിനെ വിശകലനം ചെയ്യാൻ ഞാൻ സമയമെടുക്കുന്നില്ല, നമ്മൾ ഒന്ന് നോക്കിയാൽ ഈ 3 മരണത്തിനും 3 ആസ്പെക്റ്റാണുള്ളത്. ടേക്ക് ദ കേസ് ഓഫ് ജീസസ്. യേശുവിൻ്റെ കാര്യം ഒന്ന് എടുക്കുക. യേശുവിൻ്റെ ക്രൂശ് മരണം, എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചത്? ഒരു പരിധി വരെ പറഞ്ഞാൽ ഹി ഡൈഡ് ഫോർ സിൻ. വൺ പേഴ്സൺ ഈസ് ഡൈയിങ് ഫോർ സിൻ. അവൻ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. അവൻ മരിക്കുന്നത് അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ അവൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമല്ല, അവൻ്റെ പാപത്തിലല്ല. അവൻ പാപങ്ങൾക്ക്, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. ഹി ഈസ് ഡൈയിങ് ഫോർ സിൻ. അനുതപിച്ച കള്ളൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക. അനുതപിച്ച കള്ളൻ്റെ കാര്യം ആലോചിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഹി ഈസ് ഡൈയിങ് ടു സിൻ. അവൻ പാപത്തിന് മരിക്കുകയാണ്. കാരണം അവൻ്റെ പാപങ്ങളുടെ ശിക്ഷ അവൻ മരിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഹി ഈസ് ഡൈയിങ് ടു സിൻ. മൂന്നാമത്തെ ആളുടെ കാര്യം പറഞ്ഞാൽ അവൻ അനുതപിച്ചില്ല. ഹി ഈസ് ഡൈയിങ് ഇൻ സിൻ. അവൻ പാപത്തിൽ മരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? പാപത്തിന് വേണ്ടി മരിക്കുന്ന യേശു, പാപത്തിന് മരിക്കുന്നവനായ അനുതപിച്ച കള്ളൻ, പാപത്തിൽ മരിക്കുന്നവനായ അനുതപിക്കാത്ത കള്ളൻ. ഇതിൽ ആദ്യത്തെ കാര്യം നമുക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ യേശു കർത്താവിന് പകരം മരിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. നമുക്ക് പകരം മരിക്കാനും ആർക്കും കഴിയില്ല. നോ വൺ ക്യാൻ ഡൈ ഫോർ സിൻ. ഒരാൾക്കും പാപത്തിന് വേണ്ടി മരിക്കാനായിട്ട് കഴിയത്തില്ല, യേശു ക്രിസ്തുവിന് ഒഴികെ വേറെ ആർക്കും. ദൂതന്മാർക്ക് ഉൾപ്പെടെ ആർക്കും പാപത്തിന് വേണ്ടി മരിക്കാൻ കഴിയില്ല. ആരെയെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ ദൈവം ആ ഒരു ഓപ്ഷൻ വെച്ചേനെ. പക്ഷേ ലോകത്തിൽ ഒരാൾക്കും,
ഭൂമിയിലോ ആകാശത്തിലോ സ്വർഗത്തിലോ സ്വർഗത്തിലോ ഉള്ള ഒരാൾക്കും മനുഷ്യന് വേണ്ടി മരിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പകരം മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ആ പാപപരിഹാര മരണത്തിൽ വിശ്വസിച്ചതുകൊണ്ടും ആശ്രയിച്ചതുകൊണ്ടും അനുതപിച്ച കള്ളന് പാപത്തിന് മരിക്കാൻ പറ്റി. പാപത്തിന് മരിക്കാൻ പറ്റിയത് കൊണ്ട് പാപത്തിൻ്റെ യാതൊരു രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സും അവനെ നിത്യതയിൽ ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈസ് ഡെഡ് ടു സിൻ. അവൻ പാപത്തിന് മരിച്ചവനാണ്. അവൻ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ പാപം പോകുന്നില്ല. അതാണ് ഹീസ് ഡെഡ് ടു സിൻ എന്ന് ഞാൻ പറയാൻ കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? യേശു പാപത്തിന് വേണ്ടി മരിച്ചു. അനുതപിച്ച കള്ളൻ പാപത്തിന് മരിച്ചു. കാൽവറി ക്രൂശിൽ നിന്ന് നിത്യതയിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ അവൻ്റെ പാപത്തെ മുഴുവൻ ക്രൂശയിൽ ഇട്ടേച്ചാ പോയത്. അവൻ്റെ കൂടെ പോകാൻ പാപത്തിന് കഴിയുന്നില്ല. ബിക്കോസ് ഹീസ് ഡെഡ് ടു സിൻ. അതിനെ സ്വീകരിക്കാൻ അവൻ തയ്യാറല്ല. അവൻ പാപത്തിന് മരിച്ചവനാണ്. അവൻ പാപത്തിന് മരിച്ചവനായതുകൊണ്ട് നിത്യതയിൽ പാപം അവൻ്റെ കൂടെ ചെല്ലാത്തത് കൊണ്ട് അവൻ്റെ ലൈഫ് പറുദീസയിലാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പറുദീസയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. എന്തുകൊണ്ട്? ബിക്കോസ് യു ആർ ഡെഡ് ടു സിൻ. നീ പാപത്തിന് മരിച്ചവനാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സ്റ്റേജാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ സ്റ്റേജിലേക്ക് ഉയർത്തപ്പെടാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല, നമുക്കും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. നോ വൺ ക്യാൻ ഡൈ ഫോർ സിൻ, ബട്ട് എനിബഡി ഹു ബിലീവ്സ് ഇൻ ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് എ റാൻസം, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള മരണമാണ് യേശുവിൻ്റേത് എന്ന് മനസ്സിലാക്കി അതിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിയും പാപത്തിന് മരിക്കുകയാണ്. പാപത്തിന് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? നിത്യതയിൽ നമ്മൾ ഫ്രീ ആണ്. നിത്യതയിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? നമ്മൾ ഇവിടെ പാപത്തിന് മരിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ പാപത്തിന് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുറുകെ പിടിക്കാനായിട്ട്, നമ്മുടെ പുറകെ വരാനായിട്ട്, നമ്മളെ വലിച്ചോണ്ട് പോകാനായിട്ട് ആരില്ല അവിടെ. നമ്മുടെ പാപം നമ്മുടെ പുറകെ വരുന്നില്ല. പക്ഷെ അനുതപിക്കാത്ത കള്ളൻ അങ്ങനെയല്ല. അവൻ പാപത്തിൽ മരിച്ചു. അതുകൊണ്ട് എന്താണ്? മരിക്കുമ്പോഴും അവൻ്റെ പാപം അവൻ്റെ പുറകെ ചെല്ലുകയാണ്. അവൻ ചെല്ലുന്നിടത്തെല്ലാം അവൻ്റെ കൂടെ ആരുമുണ്ട്, പാപവുമുണ്ട്. അതുകൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ഫ്രീ അല്ല, അവൻ സ്വതന്ത്രനല്ല. അവനെ ഗ്രസിച്ചിരിക്കുന്നതായ പാപം അവനെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട്, അവനെ കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ട് പാപത്തിൻ്റെ ശിക്ഷ അവൻ അനുഭവിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ 3 അവസ്ഥ, കാൽവറി ക്രൂശിൽ 3 ക്രൂശ്, 3 അവസ്ഥകൾ. ഇതിനകത്ത് ആദ്യത്തെ യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥയിൽ ആർക്കും വരാൻ കഴിയുകയില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ബിക്കോസ് പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ ഒരിക്കലായിട്ട് മരിച്ചു. അതിനുവേണ്ടി ഇനിയൊരു യാഗം ആവശ്യമില്ല. ഇനി ആരും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ആരും മരിക്കേണ്ട കാര്യമില്ല. വൺസ് ആൻഡ് ഫോർ ഓൾ ഒരിക്കലായിട്ട് അവൻ മരിച്ചു. ആൻഡ് ദാറ്റ്സ് ഇനഫ് ഫോർ ഓൾ റിഡംഷൻ. വിടുതലിൻ്റെ എല്ലാ ഓൾ ദാറ്റ് ഈസ് നീഡഡ് ഇന്നവിറ്റബിൾ ഫോർ യുവർ റിഡംഷൻ. നമ്മുടെ വീണ്ടെടുപ്പിന് ആവശ്യമായത് മൊത്തമായി യേശു കർത്താവ് അവൻ്റെ കാൽവറി ക്രൂശിലെ മരണത്താൽ നേടിയെടുത്ത് കഴിഞ്ഞു. സോ ദർ ഇസ് നോ need for us to die for sin because already Jesus has died for us. നമ്മൾ ഇനി അവന് വേണ്ടി മരിക്കേണ്ട, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി മരിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ഒരാൾ മരിച്ചാൽ മതിയായിരുന്നു. ആ ഒരാൾ മരിച്ചു. പക്ഷേ രണ്ടാമത്തെ നമ്മൾ കാണുന്ന അടുത്ത 2 ക്രൂശുകളിൽ ഏതെങ്കിലും ഒരു ക്രൂശിലാണ്, ആ അവസ്ഥയിലാണ് മനുഷ്യവർഗത്തിലെ എല്ലാവരും. ഒന്നുകിൽ പാപത്തിന് മരിച്ചവരോ, അല്ലെങ്കിൽ മരിക്കുന്നവരോ, അല്ലെങ്കിൽ പാപത്തിൽ മരിക്കുന്നവരോ. ഇങ്ങനെ 2 ഗ്രൂപ്പേ ഉള്ളു ലോകത്തിൽ. ഇതിനകത്ത് നമ്മൾ ഏത് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഏത് അവസ്ഥയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. വി നീഡ് ടു ഡൈ ടു സിൻ. പാപത്തിന് മരിക്കുക. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒന്നുകിൽ പാപത്തിന് മരിച്ചവർ, ദൈവത്തിന് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തിന് മരിച്ചവർ, പാപത്തിന് ജീവിക്കുന്നവർ. ഇതിനിടയ്ക്കൊരവസ്ഥയില്ല. Either you are dead to sin and alive for God, or you are dead to God and alive for sin. ഇതിനിടയ്ക്കൊരവസ്ഥ ആർക്കുമില്ല. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തിന് മരിച്ചവരാണ്. ദൈവത്തിന് മരിച്ചവർ എന്ന് പറയുന്നവരാണ് പാപത്തിൽ മരിക്കുന്നവർ. പാപത്തിൽ അവർ they are dying in their sin. ദൈവത്തിന് മരിച്ചവൻ അവസാനം എങ്ങനെ മരിക്കുന്നത്? പാപത്തിൽ മരിക്കുന്നു. എന്നാൽ
പാപത്തിന് മരിക്കുന്നവൻ ദൈവത്തിൽ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ദൈവത്തിന് മരിച്ചവൻ ഒടുവിൽ എന്ത് സംഭവിക്കുന്നു? പാപത്തിൽ മരിക്കുന്നു. ദൈവത്തിന് മരിച്ചവൻ പാപത്തിൽ മരിക്കുന്നു. ഇവിടെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചോണം, നമ്മൾ ദൈവത്തിന് മരിച്ചവനാണെങ്കിൽ മരണം എങ്ങനെയായിരിക്കും? പാപത്തിൽ മരിക്കും. തെറ്റിപ്പോകരുത്. ദൈവത്തിന് മരിച്ചവനായി നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അന്ത്യം എങ്ങനെയായിരിക്കും? നിങ്ങൾ പാപത്തിൽ മരിക്കും. എന്നാൽ പാപത്തിന് മരിച്ചവരായി ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ ജീവിക്കും. യു അണ്ടർസ്റ്റാൻഡ്? ഹല്ലേലൂയ. ദൈവത്തിന് മരിച്ചവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എൻ്റെ പല മെസ്സേജസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ മരിച്ചവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മരിച്ചവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല. മരിച്ചവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഞാൻ ചിലപ്പോൾ ഉദാഹരണമായിട്ട് ഈ പിള്ളേരുടെ ഈ ക്രിക്കറ്റ് കളിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഈ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർ, ഇപ്പോൾ 2 പിള്ളേരുണ്ടായിരുന്നു വയ്ക്കുക, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേർ, ഓരോ സ്ഥലത്ത് ആഫ്രിക്കയിൽ ചെന്ന് ക്രിക്കറ്റ് കളിയുടെ കാര്യം പറഞ്ഞാൽ അമ്മമാർക്കാർക്കും അറിയത്ത് പോലുമില്ല. സൗത്ത് ആഫ്രിക്കയിലല്ല, മൊസാംബിക്കിലും മറ്റുള്ള സ്ഥലങ്ങളും ഇത് അവർക്ക് ക്രിക്കറ്റ് അറിയത്തോലില്ല. അവർക്ക് ആകെപ്പാടെ ഫുട്ബോൾ മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ ഇവിടെയാണ് ഈ ക്രിക്കറ്റ് ഭയങ്കര ഹരമായിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ക്രിക്കറ്റിനെ കുറിച്ച് അവർക്ക് ദേ ആർ നോട്ട് ബോതേർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണം ഇതാണ്. 2 പേര്, നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക. ജോണി ആൻ്റണി എന്ന് പറയുന്ന 2 പേര്, 2 പേരും നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരാണ്. അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ജോണി അങ്ങ് മരിച്ചു. ആൻ്റണി മാത്രം ശേഷിച്ചെന്ന് വെക്കുക. ജോണി മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ജോണിയെ ക്രിക്കറ്റ് കളിക്കാൻ കാണാഞ്ഞത് കൊണ്ട് സമയമായപ്പോൾ ആൻ്റണി ജോണിയെ കാണാൻ ചെന്നപ്പോൾ ജോണി മരിച്ചു കിടക്കുക. ജോണിയെ വിളിച്ചു നോക്കി, ജോണി നീ വാ, ക്രിക്കറ്റ് കളിക്കാൻ വാ. ജോണി എണീറ്റ് പോകുമോ? ഇല്ല, ബിക്കോസ് ഹി ഈസ് ഡെഡ്. അവൻ മരിച്ചു. ഇനി അതല്ല, പോയി കുലുക്കി വിളിച്ചാലോ, ജോണി എണീറ്റ് വാടാ എന്നും നമ്മൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്നതല്ലോ, നീ എണീറ്റ് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോണി എണീറ്റ് ചെല്ലുമോ? കുലുക്കി വിളിച്ചാൽ എണീറ്റ് ചെല്ലുമോ? ഇല്ല. കാര്യം എന്താ? ജോണി മരിച്ചുപോയി. ഇനി അതല്ല, ജോണിയെ പിടിച്ചങ്ങ് എണീപ്പിച്ചങ്ങ് ഇരുത്ത്, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വലിച്ചു, അവൻ്റെ കയ്യെ പിടിച്ച് വലിച്ചാൽ വരുമോ? ഇല്ല, ഈസ് ഡെഡ്. ഇനി അതല്ല, ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ച് നേരെ അങ്ങ് നിർത്തിയെന്ന് വെച്ചു. നേരെ നിർത്തിയിട്ട് കയ്യിലോട്ട് ഒരു ബാറ്റും കൂടെ പിടിപ്പിച്ചു കൊടുത്താൽ ഇവൻ എന്നാ ബാറ്റ് ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടാ? അവൻ മരിച്ചതാണ്. ഇതാണ് വേദപുസ്തക പ്രകാരം പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ. അതായത് പാപം വന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് എന്തെല്ലാം ചെയ്താലും, നമ്മളെ കുലുക്കി വിളിച്ചാലും, പ്രലോഭനങ്ങൾ നമ്മുടെ മേലെ വരുമ്പോൾ, ഇഫ് യു ആർ ഡെഡ് ടു സിൻ, നിങ്ങൾ പാപത്തിന് മരിച്ചവനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? അതിനോട് പ്രതികരിക്കത്തില്ല. നേരത്തെ അതൊന്നും വേണ്ടായിരുന്നു. ഇവിടെ വന്ന് വിളിക്കുമെന്ന് വേണ്ട. നമ്മുടെ പിള്ളേരുടെ ഒരു ചൂളം വിളി എന്നൊന്ന് വിളിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ജോണി ചാടി എണീറ്റ് കഴിഞ്ഞു. അവന് അമ്മർക്കൊക്കെ പിള്ളേർക്കൊക്കെ ഓരോ വിസിലും സിമ്പലും ഒക്കെ ഉണ്ട്. പറയുക പോലും വേണ്ട, ചാടി എണീറ്റ് കഴിയും. ഇല്ലേ? കാര്യം പിള്ളേർ ലൈവാണ്. അല്ലേ? ലൈവാണ്. ഒരു ചൂളമടിയിൽ വിളിച്ചുകൊണ്ട് വരാനുള്ളതേ ഉള്ളൂ. ഇതുപോലെ പാവം അയലോക്കത്ത് നിന്നൊരു ചൂളമടിച്ചാൽ ചാടി ഇറങ്ങിപ്പോകുന്ന ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ എങ്ങനെയുള്ളവരാണ്? നമ്മൾ പാപത്തിന് മരിച്ചവരാണ്. പാപത്തിന് മരിച്ചതുകൊണ്ട് ചൂളം വിളിച്ചാലും പറ്റത്തില്ല, എഴുന്നേൽപ്പിച്ച് നിർത്തി ബാറ്റ് ചെയ്യാൻ ബോൾ എറിഞ്ഞു തന്നാലും ബാറ്റ് കയ്യിലിരിക്കത്തേ ഉള്ളൂ. നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. കാര്യം നമ്മൾ എങ്ങനെയുള്ളവരാണ്? പാപത്തിന് മരിച്ചവരാണ്. ഇതാണ് ശരിക്കും പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഏകദേശം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇതുപോലെ വേണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? പാപത്തിന് മരിച്ച ഒരു ജീവിതമായിരിക്കണം. പാപത്തിന് മരിച്ചവൻ ദൈവത്തിൽ ജീവിക്കും. പാപത്തിന് മരിച്ചവൻ അവൻ്റെ ശരീരം വിട്ട് നിത്യതയിലേക്ക് പോകുന്നത് ആരുടെ കൂടെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൂടെ. അതുകൊണ്ടാണ് അവൻ ദൈവത്തിൽ ജീവിക്കുമെന്ന് പറയുന്നത്. ദൈവത്തിൽ. കാര്യം അവൻ പാപത്തിന് മരിച്ചവനാണ്. എന്നാൽ നല്ലൊരു ശതമാനം ആളുകളും പാപത്തിന് മരിച്ചവരല്ല, പലരും ദൈവത്തിന് മരിച്ചവരാണ്. അതുകൊണ്ട് ദൈവം വന്ന് വിളിക്കുമ്പോൾ ഇവർ അനങ്ങുന്നില്ല. ബാക്കി ആര് വന്ന് വിളിച്ചാലും അനങ്ങും. അവർ ദൈവത്തിന്. ചിലപ്പോൾ ആളുകളോടൊക്കെ നിങ്ങളൊരു പലപ്പോഴും നമ്മളുടെ ആത്മീയരുടെ കാര്യം തന്നെ, ആത്മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ അവരെ വിളിക്കുന്നത് ചർച്ച് ഗോവേഴ്സ് എന്നേ വിളിക്കുന്നുള്ളൂ. പള്ളിയിൽ പോകുന്നവരുടെ കാര്യം തന്നെ, അല്ലെങ്കിൽ സഭാഹോളിൽ പോകുന്നവരുടെ കാര്യം തന്നെ അങ്ങ് എടുക്കുക. സഭാഹോളിൽ പോകുന്നവർ പോലും പലരും ദൈവത്തിന് മരിച്ചവരാണ്. കാര്യം ദൈവം വന്ന് ജന്മം ചെയ്ത് ഇവരെ കൊണ്ട് പണി ചെയ്യിക്കാൻ പറ്റുകയില്ല. ദൈവം വന്ന് എന്തോ പറഞ്ഞാൽ ഇവർ കേൾക്കത്തുമില്ല. അത് കേൾക്കും, ദൈവം വന്ന് വിളിക്കുമ്പോഴേ ഇവർ ഓടിപ്പോവുകയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയ ഉദാഹരണമാണ്. നിങ്ങളുടെ വീട്ടിൽ കയറി അയൽവക്കക്കാരുടെയോ ശുശ്രൂഷകൻ്റെയോ ഒക്കെ കുറ്റം പറയുന്ന സഹോദരിമാരുണ്ടല്ലോ. നിങ്ങളോട് അതിൻ്റെ കൂട്ടത്തിലൊന്ന് കൂടിക്കേ. എത്ര മണിക്കൂർ വേണമെങ്കിലും അവർ നിങ്ങളുടെ വീട്ടിലിരിക്കും. എന്നിട്ട് എല്ലാവരുടെയും കുറ്റം പറയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി ഇങ്ങനെ, നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ നുണയും കൊതിയും പറയാനൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അതിനിടയ്ക്ക് നിങ്ങളൊന്ന് പറയണമെന്ന് വെച്ചോ, ചിന്നമ്മേ ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു, വിരോധമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പായെടുത്തോണ്ട് വട്ടെ, നമുക്ക് ഒരുമിച്ച് അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എന്താ പറയും? അയ്യോ ശോശാമ്മേ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങിയതാ, എനിക്ക് സമയമില്ല, ഞാനങ്ങ് പൊക്കോട്ടെ. എന്നാൽ അവർക്കിഷ്ടമുള്ള ലോകത്തിൻ്റെ പാപത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എത്ര നേരം വേണമെങ്കിലും അവരിയ്ക്കും. കാര്യം അവർ പാപത്തിന് മരിച്ചവരല്ല, ദൈവത്തിന് മരിച്ചവരാണ്. അല്പസമയം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അന്നേരമേ സ്ഥലം വിടും. ഇവരെയൊക്കെ ഓടിച്ചു വിടാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു പായ എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അതോടെ സംഗതി അങ്ങ് മാറിക്കിട്ടും, അല്ലേ? സംഗതി മാറിക്കിട്ടും. ഈ സഭാ പൊളിറ്റിക്സ് ഒക്കെ സംസാരിച്ചുകൊണ്ട് എനിക്ക് എന്നെ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. പല സമയത്തും ശുശ്രൂഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം കൂടി കണ്ടാലും സംസാരിക്കുന്നത് ആത്മീയ കാര്യങ്ങളൊന്നുമല്ല, ഈ പൊളിറ്റിക്സാണ്. എനിക്ക് അല്പം സങ്കടത്തോടെയാണെങ്കിലും പറഞ്ഞാലേ പറ്റുള്ളൂ, അവർക്ക് ദൈവത്തിന് മരിച്ചവരായിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഡെഡ് ടു ഗാഡ്. സ്പിരിച്വാലിറ്റിയുടെ സംസാരമല്ല, പകരം പൊളിറ്റിക്സും നാട്ടുകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും. ദേ ആർ ഓൾവേസ് സ്പീക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പാനലും ഇലക്ഷനും വരാൻ പോകുന്ന ഇലക്ഷനും എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ദൈവമേ, എന്തെല്ലാം കാര്യങ്ങൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്തൊന്നും എല്ലാവർക്കും ഒന്നും ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആർക്ക് ഇതിനകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള, ഈ ഇലക്ഷനകത്തും മറ്റുള്ള കാര്യങ്ങളിലകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള എത്ര ശതമാനം ആളുകൾ ഈ സഭയിലുണ്ട്? 10% താഴെ ആളുകൾക്ക് നിങ്ങളുടെ സഭയുടെ നിങ്ങളുടെ സഭയുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങളുടെ വലിയ ആളാരാന്നുള്ളത് നിങ്ങളുടെ സഭയിലെ തന്നെ 10% ആളുകൾക്ക് പോലും വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ഹൂ കെയർസ് ഈ കാര്യങ്ങളൊക്കെ? ആത്മീയതയുള്ളവൻ വല്ലോ ഇതിൻ്റെ പുറകെ പോകുമോ? നിങ്ങൾ ആർക്ക് ജീവിക്കുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്തിന് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മതി. എന്തിനോടാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? നാട്ടിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെവി ചൊറിയുന്നവരുണ്ടല്ലോ. എന്താ ചിന്നമ്മ എന്നാ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ആളുകൾ അവർ ദൈവത്തിന് മരിച്ചവരാണ്. ദേ ആർ ഡെഡ് ടു ഗാഡ് ആൻഡ് ദേ ആർ അലൈവ് ടു സിൻ. അവർ ദൈവത്തിന് മരിച്ചവരും പാപത്തിന് ജീവിക്കുന്നവരുമാണ്. അപ്പോൾ ദൈവത്തിന് മരിച്ചവൻ പാപത്തിൽ ജീവിക്കും, പാപത്തിന് ജീവിക്കും. പാപത്തിൽ മരിച്ചവൻ ദൈവത്തിന് ജീവിക്കും. ഇനി പാപത്തിൽ മരിച്ചവൻ ദൈവത്തിൽ ജീവിക്കും അവൻ മരിക്കുമ്പം. കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അല്പം വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം. ഞാൻ പറഞ്ഞാൽ തന്നെ മാറിപ്പോകും. സ്ലിപ്പ് ഓഫ് ടങ് ഒത്തിരി എനിക്കുള്ള ആളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വ്യത്യാസം. എങ്കിലും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്നുള്ളതാണ്. ഞാനൊരു വാക്ചാതുര്യമുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് പലപ്പോഴും അങ്ങനെയുള്ള സ്ലിപ്പ് ഓഫ് ടങ് ഒത്തിരി ഉണ്ട് എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യം. പാപത്തിന് മരിച്ചവൻ ദൈവത്തിൽ ജീവിക്കും. അവൻ മരിക്കുമ്പോൾ ആരിൽ ജീവിക്കും? ദൈവത്തിൽ ജീവിക്കും. ദൈവത്തിന് മരിച്ചവൻ പാപത്തിൽ മരിക്കും, പാപത്തിൽ മരിക്കും. അതുകൊണ്ടാണ് അവൻ്റെ പിന്നാലെ എന്തുകൂടെ പോകും? ദൈവത്തിന് മരിച്ചവൻ്റെ കൂടെ അവൻ മരിച്ചു ചെല്ലുമ്പോൾ ആരാണ് കൂടെ പോകുന്നത്? പാപം കൂടെ പോവുകയാണ്. അതുകൊണ്ടാണ് നിത്യതയിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ കാരണം. എന്നാൽ ഇവിടെ ദൈവത്തിന് ജീവിക്കുന്നവൻ പാപത്തിന് മരിച്ചവനാണ്. ദൈവത്തിനും പാപത്തിനും ഒരുപോലെ ജീവിക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ പാപത്തിന് മരിച്ചാൽ നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കും. ദൈവത്തിന് ജീവിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പാപത്തിന് ജീവിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് ജീവിക്കുന്നവൻ മാത്രമേ ദൈവത്തിൽ മരിക്കത്തുള്ളൂ. ദൈവത്തിൽ മരിക്കത്തുള്ളൂ. ദൈവത്തിൽ മരിച്ച് ഹി ഈസ് ഗോയിങ്, ദൈവസന്നിധിയിലേക്ക് അവൻ പോവുകയാണ്. ഇന്നു മുതൽ
കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ ഭാഗ്യവാന്മാർ. ആരിലാണ് നിദ്ര പ്രാപിച്ചത്? കർത്താവിൽ. കർത്താവിൽ മരിച്ചവർ. കർത്താവിൽ മരിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൽ ജീവിക്കണം. ദൈവത്തിൽ മരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് ജീവിക്കണം. പാപത്തിന് ജീവിക്കുന്നവൻ പാപത്തിൽ മരിക്കും. സോ കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്ന 3 ക്രൂശുകൾ, അതാണ് ഞാൻ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? വൺ മാൻ ഈസ് ഡൈയിങ് ഫോർ സിൻ. അതാരാണ്? യേശു കർത്താവ്. പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നവൻ. ബാക്കിയുള്ള 2 കൂട്ടരിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈദർ യു ആർ ഡൈയിങ് ഇൻ സിൻ ഓർ യു ആർ ഡൈയിങ് ടു സിൻ. പാപത്തിന് മരിക്കുന്നവനും പാപത്തിൽ മരിക്കുന്നവനുമുണ്ട്. അനുതപിച്ച കള്ളൻ പാപത്തിന് മരിച്ചവനായതുകൊണ്ട് അവൻ ജീവിക്കുന്നത് ദൈവത്തിലായിരിക്കും. നിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ദൈവത്തിലാണ് ജീവിക്കുന്നത്. അവൻ സ്വതന്ത്രനാണ്. അവനെ പാപത്തിന് സ്പർശിക്കാൻ കഴിയുകയില്ല. പാപത്തിൻ്റെ ശിക്ഷ അവനെ പിന്തുടരുകയില്ല. നിത്യതയിൽ അവന് പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല. ആകയാൽ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ യാതൊരു ശിക്ഷാവിധിയും ഇല്ല. അവനെ അത് പിന്തുടരുന്നില്ല. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, നിങ്ങളെ ഒരു ശിക്ഷാവിധിയും എന്ത് ചെയ്യുന്നില്ല? പിന്തുടരുന്നില്ല. നിങ്ങൾക്ക് അഷ്വറൻസ് ഉണ്ട് ആ കാര്യത്തിൽ. സാത്താന് അഷ്വറൻസ് ഇല്ലെങ്കിൽ അവൻ വായിച്ച് മനസ്സിലാക്കിക്കോട്ടെ. നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്തുണ്ട്? ഉറപ്പുണ്ട്. എന്തുറപ്പ്? യു ഹാവ് നോ കണ്ടംനേഷൻ ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്. ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. യാതൊരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ആർ ഡെഡ് ടു സിൻ. നിങ്ങൾ പാപത്തിന് മരിച്ചവരായത് കൊണ്ട്. നമുക്ക് അടുത്ത തിരുമൊഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ സമയമായി. 4-ാമത്തെ തിരുമൊഴി എന്താണ്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 27. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം, അതിൻ്റെ 46 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 46 onwards when we read, അല്ലെങ്കിൽ 45 മുതൽ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേൽ ആക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ, നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഇതേ ഭാഗം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ, 33 onwards. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. 9 മണി നേരത്തെ യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്നർത്ഥമുള്ള എലോഹി എലോഹായ് ലമ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരികെ നിന്നവർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടക്കോലിന്മേലാക്കി, നിൽപ്പീൻ, ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു. യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തോട്ടടിയോളം 2 ചിന്തിപ്പോയി. നോക്കുക, ഇവിടെ 2 ഒരേ വിവരണമാണ് കാണുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഏലി ഏലി ലമ ശബക്താനി എന്ന് പറയുമ്പോൾ ആ ഏലി ഏലി എന്നുള്ള വാക്ക് ശരിക്കും ഹീബ്രു വേർഡാണ്. എലോവായ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അരാമിക്കാണ്. ഇതിനകത്ത് ഏതാണ് യേശു പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് രണ്ടും മാറി മാറി പറയത്തില്ല. ഒരു പക്ഷേ മർക്കോസ് എഴുതിയപ്പോൾ അത് എലോവായ് എന്ന് അവൻ, അതായത് ബിക്കോസ് യേശു സംസാരിച്ചിരുന്ന ഭാഷ അരാമിക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യേശു സംസാരിച്ചത് ഹീബ്രു അല്ല. യേശു സംസാരിച്ച ഭാഷ എന്താണ്? അരാമിക്കാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ മർക്കോസും എല്ലാം അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന സാധാരണ കോമൺ ഭാഷ എന്താണ്? അരാമിക്കാണ്. അരാമ്യ ഭാഷയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. സിറിയക് എന്നും വേണമെങ്കിൽ പറയാം. നമ്മൾ സിറിയക് എന്ന് പറയുന്ന ഭാഷയോട് നമ്മുടെ സാമ്യതയുള്ളതായ ഒരു ഏൻഷ്യൻ സിറിയക് വേർഷനാണ് വാസ്തവത്തിൽ അരാമിക് എന്ന് പറയുന്നത്. അപ്പോൾ ഏലി ഏലി ലമ ശബക്താനി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് ഇവർ പറയുകയാണ്, അവൻ ഏലിയാവെ വിളിക്കുന്നു. എലോവായ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് അവർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞേനെയും എൻ്റെ ദൈവമേ എന്ന് പെട്ടെന്ന്
ഗ്രഹിക്കാൻ കഴിഞ്ഞേക്കാം. ഒരുപക്ഷെ യേശു എബ്രായ ഭാഷയിലായിരിക്കാം ആ സമയത്ത് സംസാരിച്ചത് എന്നേ നമുക്ക്, ഇതൊന്നും ഒരു വലിയ വിഷയമൊന്നുമല്ല കേട്ടോ. ഇതിനകത്ത് ഇത് ഏത് സംസാരിച്ചെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇവർക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള കാരണം ഒരുപക്ഷെ ഇവൻ എബ്രായ ഭാഷയിൽ സംസാരിച്ചതുകൊണ്ടാകാം. കാരണം എബ്രായ ഭാഷ നമ്മുടെ സംസ്കൃത ഭാഷയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, അത് പുസ്തകത്തിലേ ഉള്ളൂ. ആ യേശുവിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് മിക്കപ്പോഴും എബ്രായ ഭാഷ പുസ്തകത്തിൻ്റെ ഭാഷയാണ്, അല്ലാതെ സംസാര ഭാഷയല്ല. കാരണം BC 2-ാം നൂറ്റാണ്ടിൽ അരാമ്യ അല്ലെങ്കിൽ സിറിയക്കാരായ ആളുകൾ ഇസ്രായേൽ കീഴടക്കിയതുകൊണ്ട്, പലസ്തീൻ കീഴടക്കി. ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന കിങ്, സിറിയൻ കിങ് പലസ്തീൻ കീഴടക്കി. അതിനുശേഷം അവരുടെ ദേശത്ത് ഭാഷയ്ക്ക് തന്നെ വലിയ വ്യത്യാസം ഉണ്ടായി. അങ്ങനെയാണ് വാസ്തവത്തിൽ അരാമയ്ക്ക് ഇവിടെ കുറെ കൂടെ കോമൺ ആകുന്നത്. അരാമയ്ക്ക് ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്നത് BC 2-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് അവരെന്ത് പറയുന്നു? ഇവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. നിൽക്കുക, ഏലിയാവ് ഇവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറയുന്നു. നോക്ക്, യേശു കർത്താവിൻ്റെ ഈ വാക്കുകളെ അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നു. ഇത് എപ്പോഴാണ് കർത്താവ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പകൽ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ എഴുതിയിരിക്കുന്നത് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. സി, ഇവിടെ 6 മണി നേരമെന്നും 9 മണി നേരമെന്നും പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വൈകിട്ട് 6 മുതൽ 9 മണി നേരം വരെ എന്നല്ല, വൈകിട്ട് 9 വരെ എന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലായിടത്തും ഇരുട്ടല്ലേ? നോർമലി വൈകിട്ട് 6 തൊട്ട് 9 വരെ എല്ലായിടത്തും ഇരുട്ടാണ്. പക്ഷേ എന്താണ് യഹൂദന്മാർ സമയത്തെ വിവരിക്കുമ്പോൾ അവർ ദിവസവും രാത്രിയുമായിട്ടാണ് തിരിക്കുന്നത്. ദിവസവും രാത്രി. അവരുടെ ദിവസം തുടങ്ങുന്നത് രാവിലെ 6 മണിക്കാണ്. അതുകൊണ്ട് 3-ാം മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണിയാണ്. 6-ാം മണി നേരം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് പെന്തിക്കോസ്ത് നാളിൽ പത്രോസ് വന്നിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവർ മദ്യപിച്ചവരൊന്നും അല്ല, ഇവർ വീഞ്ഞു കുടിച്ചവരല്ല. കാരണം ഇപ്പോൾ പകൽ 3-ാം മണി നേരമല്ല ആയുള്ളോ. അവിടെ പത്രോസ് ചോദിക്കുന്നതാണ്, രാവിലെ 9 മണിയല്ല ആയുള്ളോ, ഇപ്പോഴേ ഇതിനു മുമ്പ് എവിടെയാണ് പോയി ഇവർ വീഞ്ഞു കുടിക്കുന്നത്? അതിനുള്ള സമയമായില്ല. അതുകൊണ്ട് ഇവർ വീഞ്ഞു കുടിച്ചവരല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെ ആ ടൈം മനസ്സിലാക്കാനാണ്. ടാൻസാനിയയിലും മറ്റേ സ്വാഹിലി ഭാഷയിലുള്ള, അല്ലെ ടാൻസാനിയയിലും മറ്റും ഇപ്പോഴും അവർ ഈ രീതിയിലാണ് ദിവസത്തെ കണക്കാക്കുന്നത്. അവർ സംസാരിക്കുമ്പോഴെല്ലാം എത്ര മണിക്ക് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 6 o'clock എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും രാത്രി 6 മണിക്കാണെന്ന്. അവരതല്ല പറയുന്നത്. എന്താ പറയുന്നത് അറിയാമോ? ഉച്ചയ്ക്ക് 12 മണിക്ക് കാണാമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അവർ പറയുന്നത്. എന്ത്? വിൽ മീറ്റ് അറ്റ് 6 o'clock എന്ന് പറയും. ഇപ്പോഴും അവരങ്ങനെ ഉപയോഗിക്കുന്നത് ടാൻസാനിയയിലും പറ്റും. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സമയം? എപ്പോഴാണ്? ഉച്ചയ്ക്ക് 12 മുതൽ 9-ാം മണി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? വൈകുന്നേരം 3 മണി. അതായത് ഏറ്റവും കൂടുതൽ വെളിച്ചം നമുക്ക് ലഭിക്കുന്നതായ സമയമാണ് ഇപ്പോൾ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി എന്ന് പറയുന്നത്. ഇത് ഒരു എക്ലിപ്സ് ഒന്നുമല്ല. പലപ്പോഴും ഈ ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്, അന്നേരം ഒരു സൂര്യഗ്രഹണം നടന്നതാണ് എന്ന് വേണമെങ്കിൽ അങ്ങ് പറയാനൊക്കെ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ വിശദീകരിക്കാനായിട്ടുള്ള സമയമുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും ലേവ്യ പുസ്തകത്തിലും മറ്റും, ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ പെസഹയുടെ ഉത്സവത്തെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പെസഹ എന്ന് പറയുന്നത് ശരിക്കും അവർ ആഘോഷിക്കുന്നത് ഫുൾ മൂണിൻ്റെ സമയത്താണ്, പൂർണ്ണചന്ദ്രൻ്റെ സമയത്താണ് പെസഹ അവർ ആചരിക്കുന്നത്. പൂർണ്ണചന്ദ്രൻ്റെ സമയത്ത് ഒരിക്കലും ഈ ഗ്രഹണം അസാധ്യമാണ്. ഇറ്റ് ഈസ് അറ്റ് ദ ടൈം ഓഫ് ഫുൾ മൂൺ, അസാധ്യമാണ്. അതുകൊണ്ട് ഇതൊരു സൂപ്പർ നാച്ചുറലായിട്ട് പ്രകൃതിയാതീതമായി ദൈവം നൽകിയ ഒരു ഇരുട്ടാണ്, ദൈവം വരുത്തിയ ഒരു ഇരുട്ടാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അല്ലാതെ ഈ മിറക്കിളിനെയൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് ഇന്നത്തെ ഒരു വലിയൊരു ടെൻഡൻസി ഉണ്ട്. എല്ലാത്തിനും അത് അങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു, നമുക്ക് തോന്നിയതാണ് എന്നൊക്കെ പറയാനായിട്ട്. എന്താ ഇത്ര മടി നമുക്ക്? കർത്താവിനാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യമാണെന്നുള്ളത് വിശ്വസിക്കാൻ നമുക്ക് എന്താ ഇത്ര മടി? ഇപ്പോഴത്തെ ബിഷപ്പുമാർക്കും മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ഏതാണ്ട് അലർജി പോലെയാണ്. അതൊക്കെ സ്വാഭാവികമായി നടന്നതാണെന്ന് വരുത്തി തീർക്കാൻ ഇവർ പബ്ലിക്കിലും പ്രസംഗിക്കാനൊന്നും ഒരു മടിയുമില്ല. പോയി അങ്ങ് പ്രസംഗിക്കുകയാണ്. ഒരു ബിഷപ്പ് ഒരു സ്ഥലത്ത് ചെന്നിട്ട് പ്രസംഗിക്കുക, പള്ളിയിൽ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയമുള്ളവരെ, ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന്
പലസ്തീനിലേക്ക് നടന്നു പോകുമ്പോൾ ചെങ്കടൽ വിഭാഗിച്ചതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ അതുവഴിയൊക്കെ പോയിട്ടുണ്ട്. ആ സ്ഥലത്തൊന്നും ഈ പറയുന്ന വെള്ളമൊന്നുമില്ല, അവിടെ മുട്ടറ്റം വെള്ളമേ ഉള്ളൂ. അവരാ മുട്ടറ്റം വെള്ളത്തിലൂടെ നടന്നു കയറിയെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത് കേട്ടപ്പോൾ ഓഡിയൻസിൽ നിന്ന് ഒരുത്തൻ ഹല്ലേലൂയ. ഉടനെ ബിഷപ്പ് ചോദിച്ചു, താൻ എന്തിനാണോ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ പറയുന്നത്? സാധാരണ രീതിയിൽ ഇത് കേൾക്കുമ്പോൾ ഒന്ന് വിരലുകല്ലോ ചെയ്യേണ്ടത്. ആളുകളെ വിരട്ടാൻ ഇവരിതൊക്കെ പറയുന്നതും. എന്നോട് പറഞ്ഞു, അല്ല തിരുമേനി, താൻ എന്തിനാണോ ഇത്ര വലിയ സ്തോത്രം പറഞ്ഞത്? തിരുമേനി, ഞാൻ സ്തോത്രം പറഞ്ഞതിനൊരു കാരണമുണ്ട്. എടോ, എന്തോ കാരണമാണ്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഇല്ലെന്നല്ലയോ? ഇസ്രായേൽ മക്കളും ചെങ്കടൽ കടന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? അതിനെന്തിനാ ഞാൻ ഇത്ര വലിയ ഹല്ലേലൂയ പറഞ്ഞേ? ഞാൻ അതിനല്ല തിരുമേനി ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ അല്ല, ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ ദൈവം ഫറവോനെയും സൈന്യത്തെയും മുക്കിക്കൊന്നതെന്നോർത്ത് ഞാനൊരു ഹല്ലേലൂയ അങ്ങ് പറഞ്ഞു പോയതാ. ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ ദൈവം ഈ ഫറവോനെയും സൈന്യത്തെയും മുക്കിക്കൊന്നതെന്നോർത്ത് ഞാൻ ഒരു വലിയൊരു ഹല്ലേലൂയ അങ്ങ് പറഞ്ഞു പോയതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അത്ഭുതങ്ങളെ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെയൊക്കെ ബിലിറ്റലി ചെയ്യാനുള്ള ഒരു വലിയ ടെൻഡൻസി ഇപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർക്കും മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഉണ്ട്. എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? ദൈവത്തിന് ഈ കാര്യങ്ങൾ അസാധ്യമാണെന്ന് ചിന്തിക്കും. ഒന്നുകിൽ നിങ്ങൾ ഇതിനെ ഇട്ടേച്ചു പോകും. ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിൽ എന്തിനാ ഇത് പിടിച്ചോണ്ട് നടക്കുന്നത്? ഇത് പിടിച്ചോണ്ട് നടക്കുകയാണെങ്കിൽ ഇത് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇട്ടേച്ചു പോക്കോ, അത്രയേ ഉള്ളൂ, അല്ലേ? ബിലീവ് വാട്ട് ഈസ് റിട്ടൻ ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. സ്പർജന്റെ അടുത്ത് ഒരാൾ ചെന്നിട്ട് ചോദിച്ചു, സ്പർജൻ, യോനായെ ഒരു മത്സ്യം വിഴുങ്ങി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനെ ഒരു മത്സ്യം വിഴുങ്ങി എന്നൊക്കെ പറയുന്നത്? സ്പർജൻ പറഞ്ഞു, യെസ്. ഇനി അത് തിരിച്ചു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? സ്പർജൻ പറഞ്ഞത് വേദപുസ്തകത്തിൽ യോനായെ മത്സ്യം വിഴുങ്ങിയെന്നല്ല, യോനാ തിമിംഗലത്തെ വിഴുങ്ങിയെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, അത് വേദത്തിൽ എഴുതിയതാണെങ്കിൽ. തിമിംഗലം യോനായെ വിഴുങ്ങിയെന്നല്ല, അല്ലെങ്കിൽ എന്താണ്, മത്സ്യം യോനായെ വിഴുങ്ങിയെന്നല്ല, യോന ഈ തിമിംഗലത്തെ വിഴുങ്ങിയെന്ന് വേദത്തിൽ എഴുതിയാലും ഞാൻ വിശ്വസിക്കുമെന്ന്. വേദത്തിൽ അങ്ങനത്തുള്ള സ്റ്റോറീസ് ഒന്നും ഇല്ല. അസ്വാഭാവികമായ സ്റ്റോറീസ് ഒന്നും വേദത്തിൽ വെറുതെ എഴുതി വെച്ചിട്ടില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ എപ്പിക്കുകളിലും മറ്റുള്ള പുരാണങ്ങളിലും മറ്റും കാണുന്നത് പോലെയുള്ള യാതൊരു രീതിയിലും സെൻസ് ഉണ്ടാക്കാൻ കഴിയാത്ത സ്റ്റോറീസ് ഒന്നും വേദത്തിൽ ഇല്ലല്ലോ. ഇറ്റ് ഈസ് ക്വൈറ്റ് കോമൺ. എന്നാൽ കർത്താവ് ചില സമയങ്ങളിൽ നടത്തുന്നതായ അത്ഭുതങ്ങൾ, മിറക്കിൾസ്. പക്ഷേ ഇതിനകത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ആത്മീകമായ അർത്ഥമുണ്ട്. അതാണ് ഇതിനകത്തെ പ്രത്യേകത. സി, അവിടെ ദേശത്തെല്ലായിടത്തും ഉണ്ടായി എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ അത് ഉണ്ടാകാനുള്ള കാരണം, അതൊരു സൈനായിട്ട് വരാനുള്ള കാരണം, യേശുവിനെ പിതാവിന് നോക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജാണ് ഇപ്പോൾ. വൈ? ബിക്കോസ് ഹി ഈസ് ഇൻ. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അവിടെ ആ ആത്മീകമായ അർത്ഥമാണ് വരുന്നത്. പിന്നീട് ഇത് തീർച്ചയായും നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നതായ കാര്യമാണ്. ആമോസിൻ്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ, ബുക്ക് ഓഫ് ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് ഇതുമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടതായ ഒരു വാക്യമുണ്ട്. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. നോക്കുക, അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലെ കാര്യങ്ങൾ, ഈ ഇഷ്യൂവിലൊക്കെ ഞാൻ ഗുഡ് ന്യൂസിൽ എഴുതിയ ഒരു കാര്യമുണ്ട്. ഈ യഹോവയുടെ ഉത്സവങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ എത്ര കൃത്യമായി അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുന്നു, എത്ര കൃത്യമായിട്ട്. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് ഒരു സ്റ്റോറി യേശുവിൻ്റെ ഉണ്ടാക്കിയതാണെങ്കിൽ ഇത്രയും ക്ലാരിറ്റിയും ഇത്രയും കൃത്യതയും ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോലും കഴിയില്ല. ആ കമ്പാരിസണും മറ്റുള്ള നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എക്സോഡസിൽ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പ്, എക്സോഡസ് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വേഴ്സ് 21 ഓൺവേഴ്സ് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് പറഞ്ഞു. മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി.
3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഓരോരുത്തരും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായി. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നത്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പ് മിസ്രയീമിൽ എന്തുണ്ടായി? 3 ദിവസത്തേക്ക് ഇരുട്ടുണ്ടായി. ഇതാ നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു കർത്താവ് അറുക്കപ്പെടുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുകയാണ്? 3 മണിക്കൂർ ഇരുട്ടുണ്ടാവുകയാണ്. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പ് 3 ദിവസത്തേക്ക് എന്തുണ്ടായി? ഇരുട്ടുണ്ടായി. ഇതാ നമ്മുടെ പെസഹ കുഞ്ഞാട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. നോക്കുക, യേശുവിനെ പെസഹ കുഞ്ഞാടായി അല്ലെങ്കിൽ അറുക്കപ്പെടുന്ന കുഞ്ഞാടായി, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യോഹന്നാൻ സ്നാപകനും, അതേപോലെ തന്നെ അവനെ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടായി യോഹന്നാൻ സ്നാപകനും നമ്മുടെ പെസഹ കുഞ്ഞാടായിട്ട് ആരാണ്? പൗലോസും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ആ കമ്പാരിസണാണ് നമ്മൾ കാണുന്നത്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പായിട്ട് എന്തുണ്ടാകുന്നു? ദേശത്തെല്ലായിടത്തും 3 മണിക്കൂർ ഇരുട്ടുണ്ടാകുകയാണ്. യേശു കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ 3 hours ഓഫ് ഡീപ് ഡാർക്ക്നെസ് അവിടെ കാണുകയാണ്. ഇത് അവിടെ കിടന്നുകൊണ്ടാണ് ആ 3 മണിക്കൂർ യേശുവും നിശബ്ദനായിരുന്നു. എന്നാൽ ആ 3 മണിക്കൂർ കഴിയുന്ന സമയത്ത് 9-ാം മണി നേരത്ത്, ഏകദേശം 9-ാം മണി നേരം ആയപ്പോൾ എന്ന് മത്തായിയും 9-ാം മണി നേരത്ത് എന്ന് മർക്കോസും പറയാണ്. എന്ത് പറയാണ്? അവൻ ഏകദേശം 9-ാം മണി നേരത്ത് യേശു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അർത്ഥമുള്ള എലോഹി എലോഹായ് ലമ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അതാണ് യേശുവിൻ്റെ തിരുമൊഴിയുടെ അടുത്ത ഭാഗമായിട്ട്, അതല്ലെങ്കിൽ 4-ാമത്തെ തിരുമൊഴിയായിട്ട് നമ്മൾ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 21-ാം സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന വാക്യത്തിൻ്റെ, അല്ലെങ്കിൽ അത് നമുക്കറിയാവുന്നതുപോലെ മശിഹയെക്കുറിച്ച് വിശദമാക്കുന്നതായ ഒരു വേദഭാഗമാണ് 22-ാം സങ്കീർത്തനം എന്ന് നമുക്കറിയാം. എന്ന് വെച്ചുകൊണ്ട് അതിനകത്തെ കാര്യങ്ങളൊന്നും വേറെ ഒരു രീതിയിലും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊന്നും അർത്ഥമില്ല. നമ്മൾ ചിലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മശിഹൈക പ്രവചനം ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ പറയും ഇത് ഒരു മശിഹൈക സങ്കീർത്തനം. പിന്നെ ആ കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും ബാധകമല്ലെന്നുള്ള നിലയിലാണ് നമ്മൾ ഇടപെടുന്നത്. അങ്ങനെയൊന്നുമില്ല. വേദപുസ്തകത്തിലെ ഏത് പ്രവചന ഭാഗങ്ങളും ഞാൻ ചിലപ്പോഴൊക്കെ അതിനെ വിശദമായിട്ട് പറയാറുണ്ട്. അതായത് ഏത് പ്രവചന ഭാഗത്തിനും ഏറ്റവും കുറഞ്ഞത് 1-2 അത് ഒരു മൾട്ടി ഫേസഡ് ആയിരിക്കും, അത് പല മുഖങ്ങളുണ്ടായിരിക്കും. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഒരു സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ അവൻ പ്രവചനമായി മാത്രമല്ല അത് എഴുതുന്നത്, അവൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള ഒരു അനുഭവത്തിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതായത് ഇവൻ അനുഭവിക്കാത്ത ഒരു കാര്യമായിരിക്കില്ല ഇവൻ എഴുതുന്നത്. He himself was undergoing that kind of situation and he is writing it, and that becomes a prophecy in the life of Messiah. അവൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം അവൻ എഴുതുമ്പോൾ അത് മശിഹയെക്കുറിച്ചുള്ള ഒരു പ്രവചനമായി പരിണമിക്കുകയാണ്. ഇതിവൻ അനുഭവിച്ചില്ല എന്നർത്ഥമില്ല, ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള ആ ഒരു മാനസിക അവസ്ഥ ആർക്കും ഉണ്ടാകാം, നമുക്കൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. കാര്യം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം മശിഹയും ഈ അവസ്ഥയിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രവചന ഭാഗങ്ങൾ വിശദീകരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആ വിശദീകരണത്തിലെ പാളിച്ച എന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് വേണ്ടിയുള്ളതല്ല എന്ന നിലയിൽ പലപ്പോഴും ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലെ വേദഭാഗങ്ങളൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇറ്റ് ഈസ് ഫോർ us. നമുക്ക് വേണ്ടി അത് മനസ്സിലാക്കാൻ, ഒന്നാമത് നമുക്ക് വേണ്ടി മനസ്സിലാക്കണം. ഇത് എഴുതിയ ആൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്, മശിഹ ഈ അവസ്ഥയിലൂടെ കടന്നുപോയി, നമുക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. അതാണ് ഈ പ്രവചനങ്ങളിൽ പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം. അല്ലെങ്കിൽ പിന്നെ ഈ വാക്കുകൾക്ക് നമുക്കെന്താണ് പ്രസക്തി? ഇതൊരു തലയിൽ മാത്രം ഇരിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. പലപ്പോഴും നമുക്ക് വേദപുസ്തകത്തിൻ്റെ വലിയൊരു പ്രോബ്ലം അതാണ്, വ്യാഖ്യാനിക്കുമ്പോൾ തലയിൽ കൂടെ കയറിപ്പോകുന്ന ഒരു കാര്യമെന്ന നിലയിൽ മാത്രമാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. എന്നാൽ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ദ സാമിസ്റ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ദ മെസായ ആൻഡ് ഇറ്റ് ക്യാൻ ബി ആൻ എക്സ്പീരിയൻസ് ഫോർ യു ആൻഡ് മീ. നമുക്കൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം.
പലപ്പോഴും ഇവിടെ യേശു കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായം പ്രതീക്ഷിച്ചത് ആരിൽ നിന്നാണ്? അവൻ്റെ പിതാവിൽ നിന്നാണ്. ഈ സമയത്ത് അവൻ്റെ പിതാവ് അവനെ കൈവിടുകയാണ്. അതിന് സ്പിരിച്വലായിട്ടുള്ള റീസൺസ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അവൻ്റെ പിതാവ് അവനെ കൈവിട്ടപ്പോൾ അവനത് അസഹനീയമായി പോയി. കൈവിടപ്പെട്ടു എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നത് എപ്പോഴാണ്? പ്രോമിസ് മാറ്റുമ്പോഴാണ് കൈവിടപ്പെട്ടു എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നത്, ഇല്ലേ? നമുക്ക് ദൈവം നൽകുന്നൊരു വാഗ്ദത്തം നിർവഹിച്ചില്ലെങ്കിലാണ് നമുക്ക് എന്ത് തോന്നുന്നത്? നമ്മളെ ഒരാൾ കൈവിട്ടുമെന്ന്. ഞാനൊരാളോട് ഇപ്പോൾ എനിക്കൊരു 10,000 രൂപയുടെ അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ആവശ്യമുണ്ടായി എന്ന് വയ്ക്കുക. ഈ 1,00,000 രൂപയുടെ ആവശ്യമുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രാജ്യമാസ്റ്റർ അടുത്ത് എന്നിട്ട് പറയാണ്, എന്നാലും പാസ്റ്റർ എന്നെ കൈവിട്ടല്ലോ എന്ന് ഞാൻ പറയുമോ? ഇല്ല. കാരണം അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ കൈവിട്ടല്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? പാസ്റ്റർ വന്നിട്ട് എന്നോട് പറയണം, സാരമില്ല, ഞാൻ ആ പൈസ കൊടുത്തോളാം, അല്ലെങ്കിൽ ഞാനത് കൈകാര്യം ചെയ്തോളാം, പൈസ കൊടുത്തോളാം എന്നല്ല, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, ഐ വിൽ മാനേജ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് തരാതിരിക്കുകയും എൻ്റെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നാലും എന്നെ കൈവിട്ടല്ലോ. അതായത് പ്രോമിസ് ഇല്ലാതെ ആകുമ്പോഴാണ് പൊതുവേ നമ്മൾ എന്ത് പറയുന്നത്? കൈവിടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യത്തിൽ ചെയ്യാത്ത ഒരു കാര്യം. ഇവിടെ സങ്കീർത്തനം വായിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം ഇതാണ്. അതിൻ്റെ 22-ാം സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു, അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. നോക്ക്, പിതാക്കന്മാരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നീ കേട്ടു, അവരെ നീ വിടുവിച്ചു, അവർ ലജ്ജിച്ചു പോയില്ല. പക്ഷെ എൻ്റെ കാര്യം വന്നപ്പോൾ നീ എന്നെ കൈവിട്ടു. ഇങ്ങനെ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുള്ളൂ സഹോദരങ്ങളെ? ഓക്കെ. അല്ലെങ്കിൽ ഇതിനകത്ത് എന്നെ കൈവിട്ടതെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. അതായത് മറ്റുള്ളവരുടെ എല്ലാം പ്രാർത്ഥന കേൾക്കുന്നു. ഒരുപക്ഷെ എൻ്റെ തന്നെ കഴിഞ്ഞ കാലത്തിലെ പ്രാർത്ഥനകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്ത് വന്നപ്പോഴത്തേക്ക് എന്നെ കൈവിടുന്നു. ഒരുപക്ഷെ യേശു കർത്താവ് പിതാവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ എല്ലായ്പ്പോഴും നീ കൽപ്പിച്ചത് മാത്രം ചെയ്തു, നീ എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ നിർവഹിച്ചു, നീ എന്നിൽ വസിച്ചുകൊണ്ട് നീ നിന്റെ പ്രവൃത്തി ചെയ്തു. അങ്ങനെയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്താണ് എൻ്റെ പ്രതിസന്ധിയുടെ ആ സമയത്ത് ഇവിടെ പറയുന്ന ആ കാര്യം അതാണ്. നീ എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നെങ്കിലും നീ ഉത്തരമല്ലെന്നില്ല, രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവരെയൊക്കെ നീ വിടുവിച്ചു, പക്ഷേ എന്നെ നീ എന്താണ് വിടുവിക്കാത്തത്? വാഗ്ദത്തം ചെയ്തിട്ട് മാറുന്ന ഒരു സ്റ്റേജ് നമുക്കൊക്കെ ഉണ്ടായേക്കാം. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമല്ല എങ്കിലും സംടൈംസ് ഈവൻ ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. എനിക്കും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. നമുക്കൊരു ചിന്തയുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നിയാൽ ഇത് പറയണം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവസന്നിധിയിൽ ജെനുവിൻ ആയിരിക്കണം. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ ജെനുവിൻ ആയിരിക്കണം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തൊരു പയ്യനുണ്ട്, അവൻ്റെ പിതാവ് മരിച്ച സമയത്ത് ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്ന സമയത്ത് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനിങ്ങനെ പറഞ്ഞു, അപ്പിച്ചായി മരിച്ചു. എനിക്കതിനകത്ത് വലിയ സങ്കടമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ അപ്പിച്ചായിക്ക് വേണ്ടി, അപ്പിച്ചായി നാം വിളിച്ചുകൊണ്ടിരിക്കും, അപ്പിച്ചായിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇൻ ലോ ഒരു ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മുഖേന ലോകത്തിലുള്ള എല്ലാ ആളുകളും ഈ വ്യക്തിയുടെ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി. ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഇവരുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടായിട്ടും അപ്പിച്ചായി എന്താ മരിച്ചത്? എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും പേരുടെ പ്രാർത്ഥന കേൾക്കാതെ ഇരുന്നത്? നമുക്ക് പലപ്പോഴും എത്രയോ സമയങ്ങളിൽ ഇങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലേ? എത്രയോ സമയം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടും എല്ലാവരും ഉപവസിച്ചിട്ടും എല്ലാവരും കരഞ്ഞിട്ടും നമ്മളിപ്പം വിടുവിക്കുമെന്ന് പ്രവാചകന്മാരെല്ലാം വന്ന് പറഞ്ഞിട്ടും ഒരാൾ മരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെ ഒരു ഭയങ്കര ചോദ്യമാണ്, ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും പേര് ഉപവസിച്ചിട്ട്, ഇത്രയും പേര് കരഞ്ഞിട്ട്, ഇത്രയും പ്രവചനം ഉണ്ടായിട്ട് എന്താ ഇത് നടക്കാഞ്ഞേ? ആ മോൻ പറഞ്ഞതാണ്, നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഒരു ആശ്വാസമാണ്, നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോനെ അതാരാ നിന്നോട് പറഞ്ഞത്?
അല്ല, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞ ചോദ്യങ്ങൾ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നിനക്ക് ചോദ്യങ്ങളുണ്ട്, ചോദിച്ചോ മോനെ. അതെന്തൊരു കഷ്ടമാണ്, നിന്നെ ചോദ്യം ചോദിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവമുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഈ വേദപുസ്തക വാക്കുകളെയും മറ്റും അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റാത്ത ദൈവം എന്ന് പറഞ്ഞാൽ എന്തോ ദൈവം അത്? യു ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ചോദിക്കുക, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആദ്യം ദൈവം കോപിക്കേണ്ടത് സ്വന്തം പുത്രനോടാണ്. സ്വന്തം മകനാണ് ചോദിക്കുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ഇല്ലേ? യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ ദൈവസന്നിധിയിൽ പകരാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ദൈവസന്നിധി നിങ്ങൾ ജെന്യുവിനായിരിക്കണം. ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ പകരണം. യേശു കർത്താവ് അത് തന്നെ ചെയ്തു. അവൻ്റെ ഹൃദയത്തിലെ അതുകൊണ്ടാണ് ഞാൻ ഈ വേദപുസ്തകത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാര്യം ഇതൊരു ജെന്യുവിൻ ബുക്കാണ്. ഒരു ജെന്യുവിൻ ബുക്കാണ്. ഇതിനകത്ത് കള്ളത്തരങ്ങളില്ല. ഇതിനകത്ത് മനുഷ്യൻ്റെ വികാരങ്ങളും ചിന്തകളും എല്ലാം പച്ചയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനകത്ത് മറകളില്ല, അഭിനയമില്ല, എല്ലാം ജെന്യുവിനാണ്. ദാറ്റ് ഈസ് വാട്ട് മേക്സ് ദ ബൈബിൾ യുണീക്ക്. ഇതാണ് വേദപുസ്തകത്തെ അതുല്യമാക്കുന്നതായ ഒരു കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രോമിസ് കിട്ടിയിട്ട് പോകുന്ന സമയത്ത്, ഞാൻ ആഫ്രിക്കയിൽ ചില നാളുകൾക്ക് മുമ്പ് വളരെ കഷ്ടമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അത് നോട്ടീസ് അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു സാധനമല്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഐ വാസ് മീറ്റിംഗ് ഡെത്ത് ഫേസ് ടു ഫേസ്. ഒരൊറ്റ വാക്കുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്. ഞാൻ മരണത്തെ മുഖാമുഖം കാണുന്നതായ ഒരു സ്റ്റേജ്. അങ്ങനെ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്ത സ്റ്റേജ്. ഞാൻ ടൗണിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകത്ത് ഒരു വനത്തിലാണ്. അവിടെയുള്ള കുറച്ച് പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുകയാണ്. എന്നിട്ടും ഞാൻ കഴിവതും ആ കഷ്ടതയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ് എടുക്കാനൊക്കെ പരിശ്രമിച്ചു. പക്ഷേ എന്നെ കൊണ്ടുപോയ ആളുകൾ അവസാനം ചിന്തിച്ചു, ഇനി താമസിച്ചാൽ ഞാൻ ചിലപ്പോൾ അവിടെ കിടന്ന് മരിച്ചു പോകുമെന്ന് ചിന്തിച്ചു. എൻ്റെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ടെലിഫോൺ വർക്ക് ചെയ്യുന്നില്ല, ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലില്ല, ഡോക്ടറില്ല, നേഴ്സില്ല, ഫാർമസി ഇല്ല, യാതൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാനിങ്ങനെ ഉറങ്ങാതെ ഒരു വെളുപ്പിനെ 3 മണിയായപ്പോൾ കർത്താവ് എനിക്കൊരു വാഗ്ദത്തം തന്നു. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ നാളെ കാണുകയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങൊരു ദൈവശബ്ദം കേട്ടാൽ മതിയായിരുന്നു, എനിക്ക് വേറെ ഒന്നും വേണ്ട. കാര്യം മരിക്കുന്നതിനും നമുക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഒരു ദൈവശബ്ദം കേൾക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ദൈവശബ്ദം കേട്ടു. ഞാൻ സുഖമായിട്ട് ഉറങ്ങി. 5 മണിയായപ്പോൾ ഞാൻ എണീറ്റു. പക്ഷെ അപ്പോഴാണ് പ്രശ്നം അറിയുന്നത്, ഇന്നലെ കണ്ട മിസ്രയീമിന് അപ്പോഴും ഉണ്ടെന്ന്. ഇന്ന് കാണുന്ന മിസ്രയീമിനെ നീ കാണുകയില്ല എന്ന് വാഗ്ദത്തം കിട്ടി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പറയുന്നു, ഞാൻ അതിനേക്കാൾ ക്ഷീണിതനാണ്, അതിനേക്കാൾ മരണത്തോട് അടുക്കുകയാണ്, അതിനേക്കാൾ തകർന്നിരിക്കുകയാണ്. അപ്പോഴെനിക്ക് ആകെപ്പാടെ സങ്കടമായിപ്പോയി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ദൈവം എന്നെ കൈവിട്ടെന്ന്. എനിക്ക് വാഗ്ദത്തം ഇല്ലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വാഗ്ദത്തം ചെയ്തിട്ട് വാക്ക് മാറുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, എന്ത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന്. ഇല്ലേ? എനിക്ക് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, അവർ പോർച്ചുഗീസാണ് സംസാരിക്കുന്നത്. ആകെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു പയ്യനുണ്ട്, അവൻ ഇംഗ്ലീഷ് അറിയാം കുറച്ചൊക്കെ. ഞാൻ പറഞ്ഞാൽ അത് പോർച്ചുഗീസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാം. എന്നാലും അവനങ്ങനെ ഇംഗ്ലീഷ് പ്രാർത്ഥിക്കാനും ഒന്നും അറിയത്തൊന്നുമില്ല. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അവിടുത്തെ AGയുടെ സ്റ്റേറ്റ് സൂപ്രണ്ടൻ്റെ കൂടെ ഉണ്ട്. ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷേ പുള്ളി പോർച്ചുഗീസാണ് സംസാരിക്കുന്നത്. എനിക്ക് ആരെങ്കിലും ഒരാൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്ന് പ്രാർത്ഥിക്കണമെന്നെങ്കിലും ഉണ്ട്, അതുമില്ല. ആരുമില്ലാത്ത ഒരു സ്റ്റേജ്. ഫോണില്ല, വീടില്ല, 250 കിലോമീറ്റർ വനത്തിനകത്ത്. ദൈവം എന്നെ കൈവിട്ടെന്നുള്ളൊരു ചിന്ത. അവിടെ നിന്ന് ഞാൻ ഒടുവിൽ അവരെന്നെ ഒരു സ്റ്റേജിൽ ദേ ടുക്ക് മീ ബാക്ക്. 250 കിലോമീറ്റർ വന്നതിന് ശേഷമാണ് ഒരു ഫാർമസി കാണുന്നത് മരുന്ന് വാങ്ങിക്കാനായിട്ട്. അതിനിടയ്ക്കാണ് എനിക്ക് ജെസ്സിയുമായിട്ട് സംസാരിക്കാനും എല്ലാം പറ്റുന്നത്. എന്നാൽ ഈ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയത് എനിക്ക് വലിയൊരു ഉപകാരമായി. എന്താ ഉപകാരം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദൈവം കൈവിടുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൂടൊന്ന് മനസ്സിലാക്കാൻ പറ്റി.
ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം, ഇതിനെക്കുറിച്ച് വിവരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഭയങ്കര അഭിനയമൊക്കെ ആണെന്ന് ഞാൻ പറയുന്ന അതിൻ്റെ കാര്യം, ഇത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പാസ്റ്റേഴ്സ് എല്ലാം ഇരുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ആ പാസ്റ്റേഴ്സിനോട് വെറുതെ ഇരിക്കുകയാണ്, മീറ്റിങ്ങിലൊന്നും അല്ല, ഞാൻ മീറ്റിങ്ങിൽ അതങ്ങനെ പറയാൻ വലിയ എനിക്ക് ആഗ്രഹമില്ല. കാര്യം ആ ഒരു സ്റ്റേജൊക്കെ ഇതൊക്കെ ഇതൊരു വലിയൊരു സാക്രിഫൈസ് ഒന്നും അല്ല, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കാൽവറി ക്രൂസിലേക്ക് നോക്കിയിട്ട് എന്തോന്ന് സാക്രിഫൈസ് ഒന്നുമല്ല. പക്ഷേ ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു വലിയ സുഹൃത്ത് പാസ്റ്ററിനോട് ചോദിച്ചു, എന്നാലും സാജു അതിനിടയിലും ഉയർന്നു വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ ഒരു ശക്തി നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റിയില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല, എനിക്ക് ആകെപ്പാടെ വേദന മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇവിടെ ചെയ്യുന്ന അങ്ങനെയൊന്നും പറയരുതെന്ന്. അങ്ങനെയൊന്നും പറയരുത്. അതിനിടയിലും ഉയർന്നു വരുന്നതായ ആ ദൈവത്തിൻ്റെ ഒരു സാന്ത്വനത്തിൻ്റെ ശക്തി നമുക്ക് അതിനിടയിൽ വ്യാപരിക്കുന്നത്, നമുക്ക് കുറച്ച് വാക്കൊക്കെ ഉണ്ട്. എനിക്ക് അന്നേരം ഒന്നും വ്യാപരിച്ചില്ല, എൻ്റെ ശരീരത്തിൽ ആകെ വ്യാപരിച്ചത് വേദന, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ കർത്താവ് എന്നോട് പിന്നീട് പറഞ്ഞു, എന്താണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള കാര്യം? കർത്താവിനോട് പറഞ്ഞു, നീ എപ്പോഴും വലിയ വാചകോടിയാണല്ലോ, ക്രൂശ് എടുക്കണം എന്നൊക്കെ. നീ എന്തോ ക്രൂശ് എടുത്തേച്ചാ ഈ ക്രൂശ് എടുക്കണം എന്നൊക്കെ പറയുന്നേ. അങ്ങനെ ചുമ്മാതെ പ്രസംഗിച്ച് സൂഹിക്കുകയൊന്നും വേണ്ട. ക്രൂശ് പ്രസംഗിക്കുകയാണെങ്കിൽ അല്പം ഒന്ന് അനുഭവിച്ചേച്ച് പ്രസംഗിച്ചാൽ മതി. ക്രൂശിൻ്റെ പ്രത്യേകത എന്താണ്? ക്രൂശിൻ്റെ പ്രത്യേകത ശരീരത്തിൻ്റെ വേദന, ക്രൂശിൻ്റെ പ്രത്യേകത ഹൃദയത്തിൻ്റെ നുറുക്കം, ക്രൂശിൻ്റെ പ്രത്യേകത ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സ്റ്റേജ്. ഞാൻ പലപ്പോഴും ആലോചിച്ചു, ലോകത്തിൽ വേറെ എവിടെ എന്നെ കൊണ്ടിട്ടാലും എനിക്ക് ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകത്തില്ല. നമുക്ക് ലോകത്തിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും സുഹൃത്തുക്കളുണ്ട്, ഓൾമോസ്റ്റ് എല്ലായിടത്തും എവിടെ കൊണ്ടിട്ടാലും ഇത്രയും ഒറ്റപ്പെടുത്തപ്പെടത്തില്ല. അതിന് ദൈവം ഇത് അനുഭവിക്കാൻ എന്താണ് ഒരു കാട്ടിനകത്ത് കൊണ്ടിട്ടു മരണത്തെ മുഖാമുഖം കാണിച്ചു. എന്തൊരു നല്ല കാര്യം, ഒറ്റപ്പെടുത്തപ്പെടുന്ന സ്റ്റേജ്. പിന്നെ കർത്താവ് പറഞ്ഞു, അതിൽ ഏറ്റവും ഉപരി ക്രൂശിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ദൈവം കൈവിട്ടുവെന്ന തോന്നലാണ്. അങ്ങനെ എല്ലാ രീതിയിലും ആ ക്രൂശിൻ്റെ ആ അവസ്ഥയുടെ ഒരു 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 ചെറിയ നിലയിൽ എന്ന് പറയാൻ കാര്യമുണ്ട്. ദൈവം എന്നോട് പറഞ്ഞ വാക്ക് അത് തന്നെയാണ്. എന്ന് വെച്ചോണ്ട് നീ വലിയ ഞാനങ്ങ് ക്രൂശ് എടുത്തെന്നൊന്നും ചിന്തിക്കണ്ട. കടയിലൊക്കെ അലുവ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു കഷണം മുറിച്ച് തരുമല്ലോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി, അത്രയും തന്നതേ ഉള്ളൂ, വേണമെങ്കിൽ ഇനിയും തരാമെന്ന്. നമ്മൾ കടയിൽ പോയി അലുവ വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയ കഷണം തരുമല്ലോ, ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ പോലെ ക്രൂശ് ഇങ്ങനെയൊക്കെയാണ്, ക്രൂശ് വേണമെങ്കിൽ ഇനിയും തരാമെന്ന്. പ്രിയമുള്ളവരെ, ക്രോസ് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ വി നീഡ് ടു നോ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര എന്താണ്, ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. അവിടെ ഉണ്ടാകുന്ന ഏറ്റവും മാനസികമായി നമ്മളെ തകർക്കുന്ന സ്റ്റേജ് ശരീരത്തിൻ്റെ വേദന തീർച്ചയായിട്ടും തകർച്ചയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ശരീരത്തിൻ്റെ വേദനയൊന്നും അത്ര പ്രയാസമില്ല. നമ്മൾക്ക് ഇവിടുത്തെ വർത്തമാനം പറയും, എനിക്കതൊന്നും ഒരു വിഷയമല്ലെന്ന്. അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ വിഷയമാണോ ഇല്ലയോ എന്ന്. നമ്മൾ മാറി നിന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണിതെല്ലാം, പക്ഷെ അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മളത് മനസ്സിലാകത്തുള്ളൂ. പട്ടിണി കിടക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ആരെയും ചിന്തിക്കേണ്ട പട്ടിണി കിടക്കുന്ന അത്ര സുഖമുള്ള കാര്യമാണെന്നൊന്നും. ആണോ? തല്ല് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്, തീർച്ചയായിട്ടും പ്രയാസമുള്ള കാര്യമാണ്. ഞാനതങ്ങ് എൻജോയ് ചെയ്യുകയാണെന്നൊന്നും പറഞ്ഞിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. ആരാ എൻജോയ് ചെയ്യുന്നത്? ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ആഫ്രിക്കയിലെ ഫുഡും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. എൻജോയ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ശരിയായ കാര്യമൊന്നുമല്ല. പിന്നെ എൻജോയ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നില്ല. ആർക്കാണ് നാറുന്ന കക്കൂസും ഈച്ചയാട്ടുന്ന ഭക്ഷണവും ഉറക്കളപ്പും വഴിയിലെ കിടപ്പും ഒക്കെ ആർക്കാ ഇത്ര വലിയ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ആരും എൻജോയ് ചെയ്യത്തില്ല. പിന്നെ എൻജോയ് ചെയ്യുന്നതല്ല ഇത്, നമ്മുടെ മേൽ കമാൻഡ് ഉണ്ട്. ഒരു ആഫ്രിക്കയിലെ ഒരു സുവിശേഷൻ പറഞ്ഞൊരു കാര്യമാണ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ഐ എൻജോയ് ഇറ്റ് ഓർ നോട്ട്, ബിക്കോസ് ഐ ഹാവ് കമാൻഡ്മെന്റ്സ്. ഐ ഹാവ് ദ കമാൻഡ് ഓഫ് ഗാഡ്. ഐ ഹാവ് എ കമാൻഡർ. ഒരു പട്ടാളത്തിൽ ഒരു ജോലിക്കാരൻ, ഒരു പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ, അവരെന്തോ എൻജോയ് ചെയ്യുകയാണോ ഈ തണുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയാണോ? അല്ല, അവൻ്റെ കമാൻഡർ പറയുന്നതിനെ അനുസരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനുസരിക്കുകയാണ്. എൻജോയ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്യുന്നു. എന്താണ്? ഭക്ഷണമല്ല എൻജോയ് ചെയ്യുന്നത്, അനുസരിക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്കൊരു സന്തോഷമുണ്ട്, എൻ്റെ കർത്താവ് പറയുന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അനുസരണമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കാൽവറി ക്രൂസിലെ വേദന കർത്താവ് എൻജോയ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ
കർത്താവിൻ്റെ എൻജോയ്മെൻ്റ് എന്താണ്? ഞാൻ എൻ്റെ പിതാവിനെ അനുസരിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് അവൻ അനുസരണമുള്ളവനായി തീർന്നു. എത്രത്തോളം? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഇങ്ങനെ ഒരു അനുസരണമാണ്. ക്രൂശിൻ്റെ അവസ്ഥയിൽ പോലും നമുക്ക് വിട്ടുമാറാത്തതായ അനുസരണമാണ് ആവശ്യമായിരിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ഒരു പക്ഷേ നമ്മൾ ചോദിച്ചു പോയേക്കാം. ചോദിച്ചോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അന്നേരവും അവൻ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമേ എന്നാ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിക്കുന്നതിന് മുമ്പ് വിളിക്കുന്നത് എന്താ? എൻ്റെ ദൈവമേ. അതിൻ്റെ അർത്ഥം എന്തുവാ? കൈവിട്ടാലും നീയാ എൻ്റെ ദൈവമെന്നാ. ഹല്ലേലൂയ. അവൻ എന്നെ കൈവിട്ടാലും അവനാ എൻ്റെ ദൈവം, അവൻ എന്നെ കൊന്നാലും അവനാ എൻ്റെ ദൈവം. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ക്രൂശിൽ കിടന്ന് പിടയുമ്പോഴും ദൈവം കൈവിട്ടുവെന്ന് തോന്നുമ്പോഴും എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ചോദിക്കുന്നത് ആരോടായിരിക്കണം? നിങ്ങളുടെ ദൈവത്തോടായിരിക്കണം. അവൻ ഒരിക്കലും പറഞ്ഞില്ല ഇതെന്തോ ദൈവമാ, ഇതാണോ ദൈവം, ഞാൻ ഇത്രയും നാൾ അവനെ അനുസരിച്ചിട്ട് എന്താ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വരുത്തിയത്, ഇവനാണോ എൻ്റെ ദൈവം എന്ന് ചോദിച്ചോ? ഇല്ല. വേദനയിലും നമ്മൾ നമ്മുടെ കർത്താവിനെ ദൈവമേ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കഷ്ടതയിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും എല്ലാ രീതിയിലും മൈ ഗാഡ്, മൈ ഗാഡ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. മരണത്തിൻ്റെ അവസ്ഥകളിലൂടെ അവൻ കടന്നു പോകുന്നുണ്ട്. നമ്മൾ സാധാരണ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കാര്യമാണ് 25-ാം വാക്യത്തിൽ, എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ട് വിരിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എന്നെ എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിരുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. താഴോട്ട് വായിക്കുന്ന ഭാഗങ്ങളെല്ലാം അവിടെ നായുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നായ്ക്കൾ എന്നെ വളഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൻ്റെ ഒരു സിമ്പലാണ്. ഇസബേലിനെ കുറിച്ച് എലിയാ പ്രവാചകൻ പറയുന്നത് എന്താണ്? നായ്ക്കൾ അവളുടെ രക്തം നക്കുമെന്നാണ്. അതായത് ദാറ്റ് സിംബോളൈസ് ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ഡൈ. അവിടെ മരണത്തെ മുഖാമുഖം കാണുന്നതായ ഒരു അവസ്ഥയാണിത്. അതാണ് 22-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത. ഈ പ്രവചനത്തിൽ വിടുതലല്ല പ്രത്യേകമായിട്ട് പറയുന്നത്. പ്രത്യേകത എന്താണ്? മരണത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കർത്താവ്. ഇതെല്ലാം കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അവൻ അവിടെ എഴുതിയിരിക്കുന്നു എന്താണ്? അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, ഇല്ലേ? അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. 16-ാമത്തെ വാക്യത്തിൽ, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നോക്ക്, ഓൾ ദീസ് തിങ്സ് 22-ാം സങ്കീർത്തനത്തിലെ, അതുകൊണ്ടാണ് ഇതിനെ ഒരു മശീഹ സങ്കീർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു സ്റ്റോറി ആയിട്ട് ആരെങ്കിലും എഴുതിയതാണ് യേശുവിൻ്റെ കഥയെങ്കിൽ ആ എഴുതിയവനെ സമ്മതിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ജീവിതത്തിൻ്റെ ഓരോ വിശദാംശങ്ങളിലും, കർത്താവിൻ്റെ മരണത്തിൻ്റെ ഓരോ വിശദാംശങ്ങളിലും പഴയ നിയമത്തിലെ പ്രവചനങ്ങളെ എല്ലാം കോർത്തിണക്കി കൂട്ടിയിണക്കി ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ കഴിയുന്നവൻ അസാമാന്യ ആളായിരിക്കും, അല്ലേ? പ്രിയമുള്ളവർ, ഇതൊരു സ്റ്റോറിയല്ല, ഇത് നടന്ന ചരിത്രത്തിൽ അരങ്ങേറിയ ഒരു സംഭവം, യേശുവിൻ്റെ മരണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? കൈവിടുമ്പോഴും അവൻ തന്നെയാണ് ദൈവം. നമുക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ പ്രയാസമാണ്. ആൾക്കാരൊക്കെ പക്ഷേ ചോദിച്ചേക്കാം, ഇതെങ്ങനെയാണ് പറ്റുന്നത്, ഇതെങ്ങനെ അറിയുന്നത്? മാർട്ടിൻ ലൂതർ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മാർട്ടിൻ ലൂതറെല്ലാം വായിച്ച് കുറേ നേരം ആലോചിച്ചിരുന്നിട്ട്, മാർട്ടിൻ ലൂതറിൻ്റെ പുസ്തകങ്ങളും റൈറ്റിങ്സും ഒക്കെ ഭയങ്കര രസമാണ്. കുറേ നേരം ആലോചിച്ചിട്ട് പറയുന്നൊരു കാര്യം, God has forsaken God. Who can understand it? ദൈവം ആരെ കൈവിടുന്നു? ദൈവം ദൈവത്തെ കൈവിടുന്നു. ഇത് ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ആലോചനയിൽ ഉറച്ചു നിൽക്കുന്ന, നമ്മുടെ ആലോചനയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ല. God is forsaking God. This is unbearable to our intelligence. നമ്മുടെ ബുദ്ധിക്ക് ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യം അല്ല ഇത്. പക്ഷെ അവിടുത്തെ ആ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ അടുത്ത സെഷനിൽ നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. എങ്കിലും ഇവിടെ ഞാൻ പറയട്ടെ, ഈവൻ വെൻ യു ആർ അബാൻഡൻഡ്, കർത്താവ് പറയുന്നത് അതാണ്, എന്നെ നീ കൈവിടുമ്പോഴും നീ എൻ്റെ
ദൈവം തന്നെയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ ഏറ്റവും ആഴമുള്ള പാഠം ഇതാണ്. ഗാഡ് ഈസ് എ സോവറിൻ ഗാഡ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ മറിയ പറയുന്ന കാര്യം, ഞാൻ ആരാ അവനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ? എന്നെ തകർക്കുന്നവൻ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ കൈകളെ തുളയ്ക്കുവാൻ അവൻ ഇഷ്ടമാണെങ്കിൽ, ഞാൻ ആരാ ചോദ്യങ്ങൾ ചോദിക്കാൻ? ആദ്യം അവൾ ചോദിച്ചു, ഹൗ ക്യാൻ ഇറ്റ് ബി, ഐ ഹാവ് നെവർ നോൺ എ മാൻ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇതുവരെ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പാപിയല്ല, എനിക്കെങ്ങനെയാണ് ഇത് സംഭവിക്കാൻ കാരണം? ചോദ്യം ചോദിച്ചു. അവൾ ചോദ്യം ചോദിച്ചു. നമ്മൾ കേൾക്കുമ്പോൾ അതൊരു ചോദ്യമാണെന്ന് തോന്നത്തില്ല, പക്ഷേ ഒരു പൊട്ടിത്തെറിയാണ്. മറിയയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പൊട്ടിത്തെറിയാണ്. ഹൗ ക്യാൻ ഇറ്റ് ബി, ഇതെങ്ങനെ പറ്റും, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പാപം ചെയ്തില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാകുന്നത്? ഞാനൊരു പുരുഷനെ പറഞ്ഞിട്ടില്ല. ഗബ്രിയേൽ ദൂതൻ പറയാണ്, മോളെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നീ എന്താ ഇങ്ങനെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത്? നീ ദൈവത്തിൻ്റെ മകളല്ലേ. ദൈവം എന്തും ചെയ്യട്ടെ, അവൻ എന്തും ചെയ്യാമല്ലോ, അവൻ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളുടെയും നമ്മുടെ പ്രയാസങ്ങളുടെയും പലപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ഇന്നിവിടെ എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരിൽ എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ള ചോദ്യമുണ്ടെങ്കിൽ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിച്ചോ. ദൈവത്തിന് ഉത്തരമില്ലാഞ്ഞിട്ടല്ല, ഒരു പക്ഷേ ദൈവം നൽകുന്ന ഉത്തരം നമുക്കൊരു പക്ഷേ മനസ്സിലായിരുന്നിരിക്കും, അത്രയേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഗാഡ് ഹാസ് എൻ ആൻസർ. 3 വയസ്സുള്ളൊരു കൊച്ചിനോട് നമുക്ക് എന്താണ്, ഇപ്പോൾ എൻ്റെ മോള് വന്നിട്ട്, ഞാൻ പലയിടത്തും ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോള് 3 വയസ്സുള്ളപ്പോൾ ഒരു ചോദ്യം, അപ്പോൾ ഈ പ്ലെയിൻ എന്നാ, എയർപ്ലെയിൻ എന്നാ മോളിൽ ചെന്നിട്ട് താഴോട്ട് വീഴാത്തെ? ഞാനൊരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ ദേണ്ട താഴോട്ട് വീഴുന്നു, ഇതിൻ്റെ പ്ലെയിൻ എന്നാ താഴോട്ട് വീഴാത്തെ? എന്നാൽ ഞാനെന്ത് പറയും? അതെ, ഞാൻ പറയാം, അതെ, മാസും അതിൻ്റെ സ്പീഡും തമ്മിലുള്ള, അല്ലെങ്കിൽ മാസിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേയേറെ ഫിസിക്സ് എല്ലാം കൂടെ പറഞ്ഞാൽ ഈ 3 വയസ്സുള്ള കൊച്ചിന് വല്ലതും മനസ്സിലാകുമോ? ഇല്ല. എനിക്കിതിൻ്റെ ഫിസിക്സ് അറിയാമെങ്കിലും കുഞ്ഞിന് ഇതിൻ്റെ ഫിസിക്സ് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊച്ചിന് ഇല്ല. അതുകൊണ്ട് നമ്മളെന്താ പറയും, അത് മോളെ പണ്ട് തൊട്ടേ അങ്ങനെ, പ്ലെയിൻ ഉണ്ടായപ്പോഴേ മോളിൽ ചെന്നാൽ പിന്നെ താഴോട്ട് വീഴത്തില്ല. അതിൽ ഉത്തരവൊന്നും അല്ലെന്ന് നമുക്കറിയാം, പക്ഷേ എനിക്ക് ഉത്തരവില്ലാഞ്ഞിട്ടല്ല, എന്താണ്, കുഞ്ഞിനത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതുപോലെ ദൈവത്തോട് ചോദ്യം ചോദിച്ചാൽ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കൊച്ചിനെ ഞാൻ 2 പൊട്ടിട്ട് കൊടുക്കും, ആഹാ അപ്പനോടാന്നോടി ചോദ്യം ചോദിക്കുന്നത് എന്ന് വല്ലതും ചോദിക്കും? ഇല്ല. എനിക്ക് ആ കൊച്ചിനെ കുറിച്ച് അഭിമാനമേ തോന്നത്തുള്ളൂ. 3 വയസ്സേ ആയുള്ളൂ, ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ, നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചോദിച്ചോ. തീർച്ചയായും ദൈവത്തിനൊരു ഉത്തരമുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത്, നിങ്ങൾ തകർക്കപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത്, നഷ്ടമായെന്ന് തോന്നുന്ന സമയത്ത്, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്ത്, ദൈവം കൈവിട്ടുവെന്ന് തോന്നുമ്പോൾ പോലും അവനോട് വിളിക്കേണ്ടത് എൻ്റെ ദൈവമേ എന്നാണ്. സ്റ്റിൽ ഹീ ഈസ് ഗാഡ്. അവൻ എന്നെ തകർക്കാനുള്ള അവകാശമുണ്ട്. മറിയ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവൻ എന്തും ചെയ്തോട്ടെ. ക്രൂശിൽ കിടന്ന് കരയുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഉറക്ക നിലവിളിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എലോവായ് എലോവായ് ലമ ശബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ദൈവത്തിന് എന്തും ചെയ്യാം. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. ദൈവത്തിന് എന്തും ചെയ്യാം. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് അവനെ നമ്മൾ വിളിക്കേണ്ടത് മറ്റൊന്നുമല്ല, മൈ ഗാഡ്. നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ നീ എന്നെ തകർത്തുകൊള്ളൂ, നീ എന്നെ പൊട്ടിച്ച് കളയണമെങ്കിൽ, എൻ്റെ കൈകളെ തുളയ്ക്കണമെങ്കിൽ, എൻ്റെ കാലുകളെ തുളയ്ക്കണമെങ്കിൽ, കർത്താവേ ഒരു ക്രൂശാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെങ്കിൽ, എല്ലാ പ്രതിസന്ധികളുമാണ് മുന്നിലിരിക്കുന്നതെങ്കിൽ, എനിക്ക് എൻജോയ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കാം, പക്ഷേ എനിക്ക് ചോദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ എൻജോയ്മെൻറ്റ്, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിന്നെ അനുസരിക്കാൻ പറ്റുന്നതാണ്. അതിനപ്പുറത്ത് എനിക്കൊരു സന്തോഷമില്ല. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ഞാൻ നിന്നെ ഒരിക്കലും മാറി നിന്ന് വിളിക്കത്തില്ല. ഐ വിൽ കോൾ യു മൈ ഗാഡ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. നെഞ്ചിൽ കൈവച്ച് നിങ്ങൾക്ക് ഒന്നുകൂടെ വിളിക്കാമോ, മൈ ഗാഡ്? എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ ഒന്ന് വിളിക്കുക, മൈ ഗാഡ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഈ ഒരു റിലേഷൻ പോകാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ സമയത്തും അവനെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നതാണ് ആത്മീകമായ ഉന്നതമായ അവസ്ഥ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.